ഹലോ ഹലോ വിവാൻ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വെമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിക്കുന്ന മറ്റൊരു വെബിനാറിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ദിനേന എന്നോണം വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നമ്മൾ വെബിനാറുകൾ സംഘടിപ്പിക്കാറുണ്ട്. അതിലൂടെ ഒരുപാട് ആശയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഒരുപാട് കേസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മളുടെ പ്രൊഫഷണൽ മേഖലയിലും പേഴ്സണൽ ലൈഫിലും ഉപകാരപ്പെടുന്ന ഒത്തിരി വെബിനാറുകളാണ് നമ്മൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വെമ്പിളിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായിട്ടുള്ള എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ പേഴ്സണലും പ്രൊഫഷണലുമായിട്ടുള്ള കരിയറിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരുപാട് അവസരങ്ങളും നോളജ് ഷെയറിംഗ് ഒക്കെ നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന രൂപത്തിലാണ് നമ്മൾ ഇതിനെ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. ആ രൂപത്തിൽ എല്ലാവരും ഇതിനോട് സഹകരിക്കുകയും ഇതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നതിലുള്ള അതിയായ സന്തോഷം ഇത്തരുണത്തിൽ അറിയിക്കുകയാണ്. ഒരുപാട് ഓൺലൈൻ വർക്ക്ഷോപ്പുകളും കോഴ്സുകളും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ വെമ്പിൾ അതിൻ്റെ ഓഫ്ലൈൻ സെഷനിലേക്ക് കൂടി കാലെടുത്ത് വെച്ചിട്ടുള്ള കാര്യം നിങ്ങളെ എല്ലാവരെയും ഗ്രൂപ്പുകളിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വെമ്പിൾ അക്കാദമിയുടെ തൃശ്ശൂരിലുള്ള ചന്ദ്രാപിന്നിയിലുള്ള ഓഫീസിലും അതേപോലെ തന്നെ കാലിക്കറ്റിലും ഒക്കെ തുടങ്ങി അതിനോടനുബന്ധമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ജില്ലകളിൽ ഓഫ്ലൈൻ സെഷനുകൾ കൂടി നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇന്നർ ചൈൽഡ് ഹീലിംഗിൻ്റെ ഒരു ഓഫ്ലൈൻ സെഷൻ തൃശ്ശൂരിൽ വെച്ച് കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് ഈ ഞായറാഴ്ച തൃശ്ശൂരിൽ വെച്ച് തന്നെ ആർട്ട് തെറാപ്പി അഡൾട്ട്സിൻ്റെ ഓഫ്ലൈൻ സെഷൻ നടക്കാനിരിക്കുന്നു. അതിൻ്റെ അടുത്ത ഞായറാഴ്ച MSc കേസ് ഹിസ്റ്ററിയുടെ പ്രോഗ്രാം തൃശ്ശൂരിൽ വെച്ചും ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ ഓഫ്ലൈൻ സെഷൻ കാലിക്കറ്റിൽ വെച്ചും ഒക്കെ നമ്മൾ സംഘടിപ്പിക്കുകയാണ്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഓഫ്ലൈൻ സെഷനുകൾ തുടങ്ങുന്നു. അതോടൊപ്പം തന്നെ ഇന്റേൺഷിപ്പ് നമ്മൾ സൈക്കോളജി സ്റ്റുഡൻസിനും അതേപോലെ തന്നെ സൈക്കോളജി മേഖലയിലേക്ക് കടന്നു വരുന്നവർക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് നൽകുന്ന പ്രാക്ടിക്കൽ എക്സ്പോഷറോട് കൂടിയിട്ട് തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് വെമ്പിൾ അക്കാദമിയുടെ ആ ഒരു മോട്ടോ എന്നുള്ള രൂപത്തിൽ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവർക്കും അഫോർഡബിൾ ആകുന്ന രൂപത്തിലും അതേപോലെ തന്നെ എല്ലാവർക്കും മാക്സിമം കോൺഫിഡൻസും നോളജും മെറ്റീരിയൽസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന രൂപത്തിൽ എല്ലാവരും വളരണം, എല്ലാവരും ഉയരങ്ങളിലേക്ക് എത്തണം, എല്ലാവരും വലിയ നിലയിലേക്ക് എത്തണം എന്ന ചിന്താഗതിയോടുകൂടി തന്നെ വെമ്പിൾ അക്കാദമിയും അതേപോലെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മളെല്ലാവരും ഒരുമിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പുതിയ ഒരു സംസ്കാരത്തെ നമുക്ക് രൂപപ്പെടുത്താൻ പറ്റും. എഡ്യൂക്കേഷൻ അതല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ ഇത്തരത്തിലുള്ള നമ്മുടെ സന്നദ്ധ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ രൂപപ്പെടുത്താൻ, അതിൽ മെന്റൽ ഹെൽത്ത് മേഖലയിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനോടനുബന്ധമായിട്ട് ഉള്ള വിവരങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ അറിയിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സെപ്പറേഷൻ ആങ്സൈറ്റി എന്നുള്ള ഒരു വിഷയമാണ്. നമ്മൾ ഒരുപക്ഷെ നേരത്തെ അറിയുകയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് വ്യത്യസ്തമായിട്ടുള്ള കേസുകൾ മനസ്സിലാക്കുകയോ ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രൂപത്തിലുള്ള ഒരു ചർച്ചയായിരിക്കും ഇന്ന് നമ്മൾ പിന്നെ ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. അതിനോടനുബന്ധിച്ച് അതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഇതിന്റെ കണ്ടിന്യൂവേഷൻ, നമുക്കറിയാം 1 മണിക്കൂർ കൊണ്ട് അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ ഉണ്ടാവുമല്ലോ. നമ്മൾ നേരത്തെ ഇന്നത്തെ ഫാക്കൽറ്റി ആയിട്ടുള്ള വർഷ മാം, നമ്മുടെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും സൈക്കോ തെറാപ്പിസ്റ്റും റെമഡിയൽ ട്രെയിനറും ആയിട്ടുള്ള വർഷ മാം ആണ് ഇന്നത്തെ ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. വെമ്പിൾ അക്കാദമിയിലെ ഒരുപാട് കോഴ്സുകൾക്ക് മാം നേതൃത്വം വഹിക്കുന്നു, കൗൺസിലിംഗ് സെഷനുകളൊക്കെ എടുക്കുന്നു. നേരത്തെ NPD-യുമായി ബന്ധപ്പെട്ട് മാമിന്റെ ഒരു സീരീസ് തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 6-7 സെഷനുകൾ NPD-യുമായി ബന്ധപ്പെട്ട് മാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കേവലം ഒരു ഉപരിപ്ലവമായിട്ട് ഒരു പിന്നെ ഒരു മെസ്സേജ് നൽകുക എന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ നൽകുന്ന ഓരോ വർക്ക്ഷോപ്പുകളും മാക്സിമം ഡീപ്പർ ലെവലിലേക്ക് നമ്മൾ പോകാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ സെപ്പറേഷൻ ആങ്സൈറ്റി എന്നുള്ള രൂപത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിരിക്കും ഇന്ന് നമ്മൾ നൽകുക. ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ, അതിന്റെ ഇന്റർവെൻഷനോ അതല്ലെങ്കിൽ അതിന്റെ ടെക്നിക്കുകളോ ഒക്കെ തീർച്ചയായിട്ടും അടുത്ത ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഒരു ഫ്രീ വെബിനാർ ഉണ്ടാകും, അതിൽ നമ്മൾ നൽകുന്നതായിരിക്കും.
എന്ന് ഇതിനോട് ചേർത്തി ഇവിടെ ആമുഖത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ ലേണേഴ്സിനും എനിക്ക് തോന്നുന്ന ഏകദേശം ഏറെക്കുറെ ആളുകളൊക്കെ ഇത്തരത്തിലുള്ള എല്ലാ വെബിനാറുകളിലും പരിചിതരായിട്ടുള്ള ഒരുപാട് ആളുകളെ കാണാറുണ്ട്. അപ്പൊ അവർക്ക് അത്തരം അറിവിനോടുള്ള ഒരു ദാഹമാണ്. എനിക്ക് കൂടുതൽ പഠിക്കണം, ഉയരണം എന്ന ചിന്താഗതിയാണ് തീർച്ചയായിട്ടും ഓരോരുത്തരും ഈ ഒരു സമയത്ത് 7 മണി എന്നോ അതല്ലെങ്കിൽ 8:30 എന്നോ എന്നുള്ള ആ സമയത്ത് വർക്ക്ഷോപ്പുകൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒട്ടുമിക്ക പേരും ഇതിലേക്ക് ജോയിൻ ചെയ്ത് കാണാറുണ്ട്. ഈ ഒരു വൈകിട്ടുള്ള സെഷൻ മാത്രമല്ല, പലരും മോർണിംഗിലെ സെഷനിലും 5:30 മണിക്ക് എല്ലാ ദിവസവും നമ്മൾ നടത്തുന്ന മോർണിംഗ് സർക്കിൾ അല്ല, ഒരു പ്രഭാതം പൊട്ടിമുളയ്ക്കുന്ന സമയത്ത് വളരെ മെഡിറ്റേഷനോട് കൂടി ഒരു അറിവോട് കൂടി നമ്മൾ സമാരംഭം കുറിക്കുന്ന മോർണിംഗ് സർക്കിളിലും ഇതിലെ പലരെയും നമ്മൾ കാണാറുണ്ട്. പലരും അതിൽ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. ഇങ്ങനെ എല്ലാ വിധാനയും നമ്മളെല്ലാവരും ഇതിനോട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ലേണേഴ്സിനും എല്ലാ പാർട്ടിസിപ്പൻസിനും വളരെ ഹൃദ്യമായിട്ടുള്ള സ്വാഗതം അറിയിക്കുകയാണ്, സ്നേഹം അറിയിക്കുകയാണ്. ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്ന ബഹുമാനിയായിട്ടുള്ള നമ്മുടെ വർഷ മാമിന് ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. വർഷ മാം, പ്ലീസ്. Thank you, sir. Hi all, good evening. Good evening. കേൾക്കുന്നുണ്ടോ? Good evening. Good evening. Good evening. Good evening. Okay, അപ്പോ ഇന്ന് നമ്മൾ സെപ്പറേഷൻ ആങ്സൈറ്റിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതലേ നമുക്കിന്ന് പറയാം. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് കേൾക്കുന്ന ഒരാൾ എങ്ങനെ അതിനെ മനസ്സിലാക്കാം, ആ രീതിയിലായിരിക്കും നമ്മൾ പറയാം. സാറ് പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് നോർമൽ ആയിട്ടല്ല, സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എല്ലാ കുട്ടികളിലും കാണുന്ന ഒന്നാ. ഒരു 6 മാസം മുതൽ ഒരു 3.5 വയസ്സ് 4 വയസ്സ് വരെയൊക്കെ സാധാരണയായിട്ട് കുട്ടികളിൽ കാണുന്ന ഒന്നാണ് ഈ സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറയണത്. അപ്പൊ ചില കുട്ടികൾക്ക് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇതിന്റെ ഭാഗമായിട്ട് ഇതിനൊരു ഡിഫിക്കൽട്ട്, ഒരു കൺസേൺ വരും. ഓക്കെ, സെപ്പറേഷൻ ആങ്സൈറ്റിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മേ ബി അത് പോയി എങ്ങോട്ടായിരിക്കും, ഒരു ഡിസോർഡറിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക, അതിന്റെ ഇന്റർവെൻഷൻസ്. അപ്പൊ ഇതില് നമുക്ക് പാരന്റ്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മളൊരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകേണ്ട ആവശ്യങ്ങളുണ്ട്. അപ്പൊ ഓരോ രീതിയാണല്ലോ. അപ്പൊ ചിലപ്പോ ഈ പറഞ്ഞ പോലെ എല്ലാ പാരന്റ്സിനും ചിലപ്പോ തെറാപ്പിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകാനോ അതിനുള്ള ഫണ്ട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. സാധാരണ നമുക്ക് എല്ലാവർക്കും വരുന്നൊരു കാര്യമില്ലേ, എവിടെയെങ്കിലും ഡോക്ടറിനെ കാണണമെന്നുണ്ടാവും. അപ്പൊ പൈസന്റെ ബുദ്ധിമുട്ട് വന്നാൽ നമ്മളൊന്ന് നിൽക്കും അല്ലെ, പൈസ ആയിട്ട് പോവാ. ചിലപ്പോ അപ്പോഴത്തേക്കും നമ്മളുടെ കണ്ടീഷനും മോശമായി തുടങ്ങായിരിക്കും. പക്ഷെ അത്രയും സീരിയസ് ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഡോക്ടറിനെ കാണാൻ തന്നെ പോകണം. അതല്ലാതെ നമുക്ക് വീട്ടില് ഇപ്പൊ ഇതിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് രീതികളുണ്ട്, കുറച്ച് ടെക്നിക്സ് ഉണ്ട്. പാരന്റ്സിനും ടീച്ചേഴ്സിനൊക്കെ ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ നെക്സ്റ്റ് വെബിനാറിലായിരിക്കും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? Yes, ma'am. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ എങ്ങാനും നമ്മള് മീറ്റിംഗിന്റെ ഇടയിൽ എന്റെ വോയിസ് ബ്രേക്ക് ആവുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണേ. സാധാരണ നമ്മൾ ഓൺലൈൻ ക്ലാസ് നടക്കുന്ന സമയത്തും 7:20 ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് എന്റെ മീറ്റിംഗ് തന്നെ ഞാൻ ലെഫ്റ്റ് ആയിട്ട് പുറത്തു വരുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ എങ്ങാനും എന്റെ വോയിസ് ബ്രേക്ക് ആവണമെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ നിൽക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ ലെഫ്റ്റ് ആയാലും ഞാൻ വീണ്ടും റീജോയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ മൊബൈലിൽ നിന്നാണ്, അപ്പോ വീഡിയോ ഉണ്ടാവില്ല, സ്ക്രീൻ ഷെയർ. ഓക്കെ, സോ സെപ്പറേഷൻ ആങ്സൈറ്റി എന്താണ്? സെപ്പറേഷൻ ആങ്സൈറ്റി എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ നമുക്കുള്ളത്. നമുക്കറിയാം കുട്ടികൾക്ക് എങ്ങനെയാ അവരിങ്ങനെ, നമ്മളിപ്പോ പാരന്റ്സ് കെയർ ഗിവേഴ്സ് ആരായിക്കോട്ടെ, ഇപ്പൊ ചില കുട്ടികൾക്ക് പാരന്റ്സ് ആയിരിക്കാം കെയർ ഗിവർ, അതല്ലാതെ മറ്റു ഗാർഡിയൻ ആയിരിക്കാം. അപ്പൊ അവര് ഒന്ന് ഈ കുട്ടികളുടെ അടുത്തുനിന്ന് സെപ്പറേറ്റഡ് ആവുമ്പോ അല്ലേ, ഇല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആവുന്ന സമയത്തോ, അല്ലെങ്കിൽ നമ്മൾ പറയാം ഞാൻ പോവാണ്
എന്ന് പറയുന്നതിന്റെ ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് ആ കുഞ്ഞിനൊരു പേടി പോലെ വരാണ്, ഒരു ഡിസ്ട്രെസ് പോലെ തോന്നാണ്. എന്റെ അമ്മ പോവാണെന്നുള്ളൊരു തോന്നൽ ആ കുഞ്ഞിൽ വരല്ലേ, അല്ലെങ്കിൽ പോവാൻ പോവാണ് എന്നുള്ളൊരു തോന്നൽ വരുന്ന സമയത്ത് വരുന്ന ഒരു ഫിയർ പോലെയാണ് നമ്മൾ ഈ സെപ്പറേഷൻ ആങ്സൈറ്റീനെ പറയാം. ഓക്കെ, അപ്പൊ അത് പറയുന്ന ഒരു ഇമോഷണൽ പെയിൻ ആണ് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളെ സംബന്ധിച്ച്, ആ കുഞ്ഞിനെ സംബന്ധിച്ചിട്ടുള്ള ആ ഒരു സേഫ് പേഴ്സൺ എന്ത് ചെയ്യാണ്, ആ സേഫ് പേഴ്സൺ ആ കുഞ്ഞിന്റെ സൈറ്റിൽ നിന്ന് മാറിപ്പോവാണ്, അല്ലെ, ഔട്ട് ഓഫ് സൈറ്റ് ആവാണ്. അപ്പൊ ആ സമയത്ത് ആ കുഞ്ഞിന് വരുന്ന ഒരു ഫിയർ അല്ലെങ്കിൽ ഡിസ്ട്രെസ്സിന് നമുക്ക് എന്ത് പറയാം, സെപ്പറേഷൻ ആങ്സൈറ്റിന്ന് നമുക്ക് പറയാൻ പറ്റും. അത് നമ്മൾ മിക്ക കുട്ടികളിലും കാണുന്ന ഒന്നാണ്. അപ്പൊ അതൊരു ഫസ്റ്റ് തന്നെ നമുക്കൊരു കേസ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ, ആ കുട്ടിക്ക് അതൊരു ഡിസോർഡർ ആയിട്ട് മാറിയതാണ് കേട്ടോ, നമ്മൾ പറയാം. അപ്പൊ എന്തായാലും നമുക്കത് ഒന്ന് കേസ് പറയാം. അപ്പൊ ആ കുട്ടീനെ LKG ക്ലാസ് ചേർക്കാനായിട്ട് പോകുന്ന സമയത്ത് ആദ്യം എല്ലാ കുട്ടികളെയും പോലെ തന്നെ ക്ലാസ്സിലേക്ക് കയറുമ്പോ തന്നെ ഭയങ്കര കരച്ചിലും, അതുപോലെ പാരന്റ്സിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ പോവില്ല, ഞാൻ ക്ലാസ്സിലേക്ക് പോവില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഉറപ്പല്ലേ പാരന്റ്സിനും അതിൻ്റെതായ വിഷമം ഉണ്ടാവും, ഫസ്റ്റ് ടൈം കുഞ്ഞിനെ ക്ലാസ്സിൽ കൊണ്ടാക്കുക. അപ്പൊ ആദ്യത്തെ ദിവസം ഇതിങ്ങനെ, അപ്പോ പാരന്റ്സ് ആദ്യമേ ഇത് നമ്മള് പ്ലാൻ ചെയ്യുമല്ലോ, ഓക്കെ കുട്ടി ഇങ്ങനെ കരയും എന്നുള്ളത് നമുക്ക് അറിയാം. പക്ഷെ അവനെ സംബന്ധിച്ച് അവൻ കരച്ചിൽ നിർത്തിയില്ല. അവര് ത്രൂ ഔട്ട് ആ കുറച്ച് സമയമല്ലേ ഫസ്റ്റ് ഉണ്ടാവുള്ളൂ, ആ സമയം ഫുള്ളും കരഞ്ഞോണ്ടിരിക്കുക. അവിടെയുള്ള ആ ജനലേന്റെ കമ്പിയിൽ പിടിച്ചിട്ട് അങ്ങനെ കരയാ. മിസ്സുമാര് പിടിച്ചിട്ട് നിക്കണില്ല, ആര് പിടിച്ചിട്ട് നിക്കണില്ല, കരഞ്ഞ് 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 ഏങ്ങലടിച്ച് കരഞ്ഞോണ്ടിരിക്കുക. അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അതിന്റെ ആ ടൈം കഴിഞ്ഞപ്പോ വീട്ടിലേക്ക് പോന്നു, പാരന്റ്സ് വെയിറ്റ് ചെയ്യായിരുന്നു. പിറ്റേ ദിവസം ആയപ്പോഴും ഇതുപോലെ തന്നെ, അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ഇതുവരെ. അപ്പൊ അവര് വിചാരിച്ചത്, ബാക്കിയുള്ളവര് പറഞ്ഞത് അത് ആദ്യത്തെ 2-3 ദിവസം ഉണ്ടാവും, പിന്നെ ക്ലാസ്സിൽ ടീച്ചറൊക്കെ ആയിട്ട് കൂട്ടാകുമ്പോഴത്തേക്ക് അതങ്ങ് മാറിപ്പോയിക്കോളും, കൂട്ടുകാരെ കിട്ടുമ്പോൾ ശരിയാവും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇതിങ്ങനെ ഒന്നല്ല രണ്ടല്ല, ഒരു മാസം കണ്ടിന്യൂസ് ഇങ്ങനെ തന്നെ. ആ കുഞ്ഞ് കരയാതെ ക്ലാസ്സിലേക്ക് പോവില്ല. അവിടെയുള്ള ആ പില്ലറിലൊക്കെ പിടിച്ചിട്ടാണ് ആള് കരഞ്ഞോണ്ടിരിക്കുക, ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് ഏങ്ങലടിക്കുക, പനി വരിക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസുഖം വന്നുകൊണ്ടിരിക്കുക. പിന്നെ ആള് സ്കൂളിലേക്കേ പോയിട്ടില്ല. എന്നുവെച്ചാൽ ആ പാരന്റിനെ വിട്ട് നിൽക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഫാദർ ആണ് ഈ കുഞ്ഞിനെ കൊണ്ടാക്കുന്നത്. അപ്പൊ അമ്മ അബ്രോഡാണ് ഉള്ളത്, അപ്പൊ ഫാദർ ആണ് കുഞ്ഞിനെ കൊണ്ടുവന്നാക്കുന്നത്. അപ്പൊ ആ കുഞ്ഞിനെ സംബന്ധിച്ച് ആൾക്ക് പേടി കിട്ടിയത് അമ്മ പുറത്തേക്ക് പോയി, അല്ലെ. അപ്പൊ എപ്പോ വേണമെങ്കിലും പപ്പയും പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ പപ്പ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകും എന്നുള്ളൊരു പേടി ആ കുഞ്ഞിന് ഉണ്ടായിരുന്നു. അതുപോലെ കുറെ പനി വരാ, തലവേദന വരാ, ഛർദിൽ വരും, ഇങ്ങനെ എപ്പോ നോക്കിയാലും അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ കിടന്നെടുത്തുനിന്ന് എഴുന്നേക്കാൻ വേണ്ടി ഇങ്ങനെ വിളിക്കുന്ന സമയത്താണെങ്കിലും കണ്ണടച്ച് മുറിക്കുക, കട്ടിലയിൽ ടൈറ്റ് ആയിട്ട് പിടിച്ച് കിടക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തത്. അപ്പൊ അതും ഈ സെപ്പറേഷൻ ആങ്സൈറ്റിന്റെ ഒരു സിംറ്റമാ. എന്ന് വെച്ചാൽ സാധാരണ കുട്ടികളിൽ കാണുന്ന ഒന്നാണിത്, പക്ഷെ അത് കുറേ ദിവസത്തോളം ഇങ്ങനെ മാറാതെ നിൽക്കുമ്പോഴേക്കും അതൊരു കൺസേൺ ആയിട്ട് മാറാണ്. ഓക്കെ, അപ്പോ ഇത് എപ്പോഴാണ് ഹാപ്പൻ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികളുടെ കാര്യങ്ങൾ. അപ്പൊ സാധാരണ ഇതിന്റെ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസം മുതൽ ഒരു 3.5 വയസ്സ് വരെയൊക്കെയാണ് സാധാരണ ഇത് കുട്ടികളിൽ കണ്ടുവരുന്നത്. അപ്പോ ഇത് എങ്ങനെയാ ഹാപ്പൻ ചെയ്യാന്ന് വെച്ചാൽ, ഫസ്റ്റ് കാര്യം അതിൽ പറയുന്നത് ബ്രെയിൻ വയറിങ്ങിന്റെ കാര്യമാണ് ഫസ്റ്റ് തന്നെ പറയുന്നത്. വെച്ചാൽ സർവൈവലിന് വേണ്ടിയിട്ടാണ് ബ്രെയിൻ വയറിങ് നടത്തിയിട്ടുള്ളതെന്നാണ് പറയണത്. എന്ന് വെച്ചാൽ ആ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത്, അപ്പോ ആ കുഞ്ഞിനെ സംബന്ധിച്ച് ആൾക്ക് സേഫ് ആയിട്ട് ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാ, ആളുടെ കെയർ ഗിവറിന്റെ കൂടെ ഇരിക്കുന്ന ആ ഒരു സമയം മാത്രമാണ് ആളെ സംബന്ധിച്ച് എന്ത് സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് എന്ന് പറയണേ. അപ്പോ അതീന്ന് എന്ത് പറ്റാണ്, അതീന്ന് അത് മാറിപ്പോവാണ്. അപ്പൊ എപ്പോഴും ഒരു സർവൈവൽ മോഡിലായിരിക്കുള്ളൂ ആ കുഞ്ഞ് ഉണ്ടാവാന്നാണ് പറയണത്. അപ്പോ ഈ നമ്മളുടെ ബ്രെയിനിൽ അമിഗ്ഡാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റീജിയൻ ഉണ്ടല്ലോ, ഒരു പാർട്ട് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഫിയർ കൺട്രോൾ ചെയ്യുക. അപ്പൊ ഇത് പെട്ടെന്ന് ആക്റ്റീവ് ആവും, കുട്ടികളിലാവുമ്പോഴേക്കും പെട്ടെന്ന് ആക്റ്റീവ് ആവണേന്ന് എപ്പോഴാണ്, അവരുടെ കെയർ ഗീവർ അവരുടെ അടുത്ത് നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറുമ്പോ തന്നെ ഈ അമിഗ്ഡാല ആക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഈ ഫിയർ കൺട്രോൾ ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ ആ സമയത്ത് ഇത് ആക്ട് ആകുമ്പോൾ എന്താ സംഭവിക്കുക, ഈ കുഞ്ഞിന് ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ അവിടെ ഒരു ആബ്സെൻസ് ആണ്. ഓക്കെ, എന്തോ ഒരു ഡേഞ്ചർ സെൻസ് ചെയ്യുന്ന പോലെയാണ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ടാവുക. രണ്ടാമത് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ,
അറ്റാച്ച്മെന്റ് ആണ്. ഓക്കെ, കുട്ടികളായിരിക്കും. നമ്മൾ വലുതാവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ഈ സെപ്പറേഷൻ ആൻസൈറ്റി കുട്ടികളിൽ മാത്രമല്ല അഡൽട്സിലും കാണുന്നുണ്ട്. നമ്മളിപ്പോ കുട്ടികളുടെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ നോക്കുമ്പോ എങ്ങനെയാ അവര് ഏറ്റവും ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ് വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കെയർ ഗിവറിന്റെ കൂടെ ആയിരിക്കും അല്ലെ. എല്ലാ കുഞ്ഞുങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവർ കംഫർട്ട് ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നത് അവരുടെ കെയർ ഗിവറിന്റെ കൂടെയാണ് അല്ലെ. അപ്പോ ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അവർക്കൊരു ഇമോഷണൽ സേഫ്റ്റി കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ കാര്യത്തിൽ നോക്കിയാലും ഈ ഒരു രണ്ടാമത്തെ റീസണിൽ നോക്കിയാലും അവിടെ ഒരു ഇമോഷണൽ സേഫ്റ്റി ആണ് ഈ കെയർ ഗിവറിന്റെ കൂടെ നിൽക്കുമ്പോൾ ഈ കുട്ടിക്ക് ഫീൽ ചെയ്യുക. ഓക്കെ, എന്ന് വെച്ചാൽ അവർക്ക് പേടി വരുമ്പോ മാറ്റാൻ, സങ്കടം വരുമ്പോ അവരെ കംഫർട്ട് ചെയ്യാൻ, എല്ലാം ഓക്കെ ആണെന്ന് കാണിക്കാൻ, ഇതൊക്കെ ആര് വേണം ആ കുഞ്ഞിന്റെ കൂടെ? ആ ഒരു കെയർ ഗിവർ വേണം അല്ലെ. അപ്പൊ ആ പേഴ്സൺ അവിടെ നിന്ന് ലീവ് ചെയ്യുമ്പോഴേക്കും അവിടെ ആ കുഞ്ഞിന് ഒറ്റയ്ക്കാണെന്നുള്ള ഒരു ഫീല് മാത്രമല്ല വരാന്ന് പറയാം. പകരം വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സേഫ് അല്ല, ഞാൻ അൺപ്രൊട്ടക്റ്റഡ് ആണ്. ഞാൻ പറഞ്ഞൊരു 4 വയസ്സ് വരെയൊക്കെ ഇതേ രീതിയിൽ തന്നെയാണ് പോവുക. അപ്പൊ അവരുടെ മനസ്സിൽ വരുന്ന ഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരുമില്ല, അല്ലെങ്കിൽ ഞാൻ അൺപ്രൊട്ടക്റ്റഡ് ആണെന്നുള്ളൊരു ഫീലാണ് ആ ഒരു സമയത്ത് ഉണ്ടാവുക. അപ്പൊ അതിന് നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു കുട്ടി, അപ്പോ ആളിങ്ങനെ എങ്ങും പോവില്ല. നമ്മൾ സാധാരണ ഇങ്ങനെ ബർത്ത്ഡേ ഫംഗ്ഷന് വിളിക്കുക, പാർട്ടി പോവാൻ വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഉടനെ തന്നെ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഓടിച്ചാടി പോകുന്നതായിരിക്കും. പക്ഷെ കുട്ടികളാകുമ്പോൾ അങ്ങനെയല്ല. പക്ഷെ ചില കുട്ടികൾ എങ്ങനെയാ, അമ്മ ഇല്ലാതെ പോവില്ല അല്ലെങ്കിൽ അച്ഛനില്ലാതെ പോവില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ പിടിച്ചിങ്ങനെ നിൽക്കും അല്ലെ. പോവില്ല എന്ന് പറഞ്ഞാൽ പോവില്ല. അപ്പൊ അവര് പറയും നീ പൊയ്ക്കോ, നീ അവരുടെ കൂടെ പോയിട്ട് വാന്ന് പറഞ്ഞാലും പോവാതെ തന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. കാരണം എന്താ, അവർക്ക് നമ്മൾ എത്ര അവിടെ ഒരു സന്തോഷം കിട്ടും, അവിടെ ഫ്രണ്ട്സ് ഉണ്ടാവും, അവിടെ പാർട്ടി ആണെന്നൊക്കെ പറഞ്ഞാലും ആ കുഞ്ഞിനെ സംബന്ധിച്ച് ആ കുഞ്ഞിന്റെ കെയർ ഗിവർ ആണ് അവരുടെ ഒരു ഇമോഷണൽ ആങ്കർ എന്ന് പറയുന്നത്. അവിടെയാണ് ആൾക്ക് സേഫ്റ്റി ഉള്ളത്. അപ്പൊ ആ ഒരു പാരന്റ് അവിടെ ഇല്ലാന്നാണെങ്കിൽ ആ കുഞ്ഞിനെ സംബന്ധിച്ച് ഒരു ലോസ്റ്റ് ഫീലിംഗ് ആണ് അവർക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോ അത് ആക്ച്വലി അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫ്റ്റി ആയിട്ടാണ്. അപ്പൊ സെപ്പറേഷൻ ആൻസൈറ്റി നമ്മള് ആ കുഞ്ഞ് ഒറ്റയ്ക്കാവാന്ന് പറയുമല്ലോ, ആ കുഞ്ഞിന് അമ്മനെ വിട്ടു വരാനായിട്ട് പേടിയാണ്. ആ പേടി എന്ന് പറയുന്നത് സേഫ്റ്റി ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും എന്നാണ് പറയണേ. മനസ്സിലാവുന്നുണ്ടോ? യെസ് മാം, ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളതാണ് സമയം. സമയം മനസ്സിലാക്കാനായിട്ടായിട്ടുണ്ടാവില്ല അല്ലെ കുട്ടികളായിരിക്കുമ്പോ. അപ്പൊ അവർക്ക് അറിയില്ല ഒരു സെപ്പറേഷൻ എന്ന് പറയുമ്പോഴേക്കും എത്ര നേരമാണ് അത് ലോങ് ചെയ്യാന്നുള്ളത് അല്ലെ. ഇപ്പൊ അമ്മ പറയാണ് ഞാൻ ഇപ്പൊ വരാന്ന് പറയുമ്പോ ആ ഇപ്പോ വരാന്ന് പറയുന്നതിന്റെ ആ ഒരു ടൈം ഡ്യൂറേഷൻ എന്താന്നുള്ളത് ആ കുട്ടിക്ക് അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ നിന്നോ ഞാൻ 10 മിനിറ്റിനുള്ളിൽ വരാന്ന് പറയുമ്പോ 10 മിനിറ്റ് എന്താന്നുള്ളത് ആ കുട്ടിക്ക് അറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞ് വരാന്ന് ആ കുട്ടിയുടെ അടുത്ത് പറയുമ്പോൾ ആളെങ്ങനെ മനസ്സിലാക്കാം ഇല്ലേ. അപ്പൊ ആ ഒരു എത്ര നേരമാണെന്നുള്ളത് ആ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല അല്ലെ. ആ സെപ്പറേഷൻ എത്ര നേരം ലാസ്റ്റ് ചെയ്യും എന്നുള്ളത് അറിയുന്നില്ല. എന്ന് വെച്ചാൽ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ ആ ടൈമിന്റെ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അവർ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ അല്ലെ. അപ്പൊ അവർക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പോ അവരുടെ മനസ്സിലെന്താ, നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു പോയാലും അവരുടെ ഉള്ളില് നമ്മളിനി തിരിച്ചേ വരില്ല എന്നുള്ളൊരു ഫീൽ ആയിരിക്കും ആ കുഞ്ഞിനെ സംബന്ധിച്ച് ഉണ്ടാവുക. ഓക്കെ, അപ്പോ ഒരു 3 വയസ്സുള്ള ഒരു കുട്ടി ചോദിക്കാന്ന് വിചാരിച്ചു എപ്പോഴാ അമ്മ തിരിച്ചു വരാന്നുള്ളത് നോക്കുന്ന സമയത്ത് അമ്മ ഇപ്പൊ തന്നെ തിരിച്ചു വരാം 10 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാലും ആ കുഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആൾ കരയാൻ തുടങ്ങാം. അപ്പൊ കൂടെയുള്ളവർ പറയുന്നുണ്ട് 1 മണിക്കൂർ കഴിയുമ്പോ വരുന്നല്ലേ അമ്മ പറഞ്ഞേ, പിന്നെ നീ എന്തിനാ ഇപ്പൊ കരയാൻ തുടങ്ങണേന്നൊക്കെ പറയുന്ന ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ട്. പക്ഷെ ആ കുഞ്ഞിനെ സംബന്ധിച്ച് ആ കുഞ്ഞിന്റെ സമയത്തിന്റെ കോൺസെപ്റ്റ് ഒക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. പിന്നെയും നമുക്ക് കാണാൻ പറ്റും കരയുന്ന സമയത്ത് ചില പാരന്റ്സ് ഇങ്ങനെ പറയും ഇനി കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും തിരിച്ചു വരൂല, ഇപ്പൊ ഞാൻ പോയിട്ട് നീ കരയാതിരുന്നാ ഓക്കെ, കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ തിരിച്ചു വരില്ല എന്നൊക്കെ പറയുന്ന പാരന്റ്സ് ഉണ്ട്. അത് ആക്ച്വലി ആ കുഞ്ഞിനെ കരയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പാരന്റ്സ് പറയണമെങ്കിൽ പോലും അത് ഒരു പ്രോബ്ലം ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അത് ആ കുഞ്ഞിന്റെ ആ ഒരു കണ്ടീഷനെ കൂടുതൽ വേഴ്സൺ ആക്കാനുള്ള ചാൻസസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ആ കുഞ്ഞിനെ സംബന്ധിച്ച് ഇപ്പൊ നമ്മള് ഇന്നർ ചൈൽഡ് ഹീലിംഗില്
അബാൻഡൻമെന്റ് വൂണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൂണ്ട് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അബാൻഡൻ ചെയ്യുന്ന പോലത്തെ ഫീല് വരുന്നതിനെയാണ് പറയുന്നത്. നമ്മൾ വെബിനാറിൽ പറഞ്ഞിരുന്നു. അപ്പോ ആ അമ്മ പറയാണ് ഞാന് ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോകുമ്പോ ചില കുട്ടികളെ സംബന്ധിച്ച് അത് ആ കുട്ടിക്ക് ഫീൽ ചെയ്യുക ആ കുട്ടീനെ അബാൻഡൻ ചെയ്യുന്നതായിട്ടാ. ഇപ്പൊ ഇന്നർ ചൈൽഡില് പറയുന്ന ഒരു കാര്യമാണ്, ചിലപ്പോ ആ കൂടെയുള്ള പാരന്റ്സ് അങ്ങനെ ആ കുട്ടീനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചതായിരിക്കില്ല. ആ കുട്ടീനെ അങ്ങനത്തെ ഒരു രീതിയിലേ അവർ ട്രീറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചതല്ല. പക്ഷെ ആ കുട്ടി സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാണ് ആ ഒരു ഫീല് എന്നെ അവര് അബാൻഡൻ ചെയ്യുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ആ ഒരു ടൈം കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടില്ല. പിന്നെ അതുപോലെ ചെയ്യുന്നത് അവരുടെ കെയർ ഗിവറിനെയാണ്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് മാം. സ്മെയിൽ ചെയ്യുന്നത് കുഞ്ഞിന് ഫീൽ ചെയ്യുക. ചില സമയത്ത് അബ്രോഡൊക്കെ ആണല്ലേ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? യെസ്, ഇപ്പൊ കുഴപ്പമില്ല, ക്ലിയർ ആണ്. ഓക്കെ. എവിടെ വരെയാ കേട്ടതെന്നൊന്ന് പറയാമോ? അത്രയ്ക്ക് കൂടുതൽ പോയിട്ടില്ല, ഒരല്പം മാത്രമേ പോയിട്ടുള്ളൂ. അബാൻഡൻമെന്റിനെ കുറിച്ചൊന്നും. ഓക്കെ ശരി. അപ്പൊ നമ്മള് അബാൻഡൻമെന്റിന്റെ കാര്യമാണ് പറഞ്ഞപ്പോ ചില കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരങ്ങനെ വിചാരിക്കുകയാണ് ആ സമയത്ത് എന്നെ പാരന്റ്സ് എന്നെ അബാൻഡൻ ചെയ്യാണെന്നുള്ളൊരു തോന്നലാണ് ആ കുട്ടികൾക്ക് വരാൻ. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നത്, ഇപ്പൊ ചില പാരന്റ്സ് പുറത്താണ്, അബ്രോഡൊക്കെ ആണെങ്കിലും ആക്ച്വലി ആ പാരന്റ് അവിടെ പോയിട്ടുണ്ടാവുക ചിലപ്പോ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനും അങ്ങനെ ഇപ്പൊ ഈ കുട്ടികളുടെ ലൈഫ് തന്നെ സേഫ് ആക്കാനായിട്ടായിരിക്കാം മേ ബി അവര് പോയിട്ടുണ്ടാവുക. പക്ഷെ ആ കുട്ടീനെ സംബന്ധിച്ച് ആൾക്കിത് മനസ്സിലാക്കാനുള്ള ഒരു പ്രായമായിട്ടുണ്ടാവില്ല. അപ്പൊ ആ കുട്ടീനെ സംബന്ധിച്ച് വരുന്ന ഫീൽ എന്താ, എന്റെ അച്ഛൻ എന്റെ അടുത്തില്ല, അച്ഛൻ പോയി, അച്ഛൻ എന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല, അമ്മ എന്നെ നോക്കുന്നില്ല. ഈ രീതിയിലത്തെ ഫീൽ ആയിരിക്കും ആ ഒരു സമയത്ത് ആ കുട്ടിക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ. പിന്നെ ഉള്ളതാണ് ഒബ്ജക്റ്റ് പെർമനൻസ് അറിയാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല എന്നുള്ളത്. ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പറയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് മനസ്സിലാവുന്ന ഒരു പ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 to 9 months ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് അറിയാനായിട്ട് പറ്റും എന്നാണ് പറയണേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാണ് അവരുടെ കൺമുമ്പിൽ കാണാൻ പറ്റാത്ത സാധനങ്ങളും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു ബോള് തട്ടിയിടാണ്, അപ്പൊ ഈ ബോള് കൺമുന്നിൽ ഇല്ലെങ്കിലും ആ ബോൾ എവിടെയെങ്കിലും ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഒരാള് ഇപ്പൊ അമ്മ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്, എന്നിട്ട് അമ്മ ഒന്ന് അടുക്കളയിലേക്ക് പോയി, പക്ഷെ കുഞ്ഞിനറിയാം അമ്മ തിരിച്ചു വരും എന്നുള്ളത്. അപ്പോ കൺമുമ്പിൽ ഇല്ലെങ്കിലും ആ ഒരു പേഴ്സണോ അല്ലെങ്കിൽ തിങ്സോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അവർക്ക് അറിയുന്നതിനെയാണ് ഈ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയാം. അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇത് 6 to 9 monthsലൊക്കെയാണ് ഡെവലപ്പ് ആവുക. പക്ഷെ നമുക്ക് എന്താ പറയാ, ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് കാണുമ്പോൾ മനസ്സിലാവുമെങ്കിൽ പോലും ഡീപ്പ് ഇൻസൈഡ് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ് അപ്പോഴും അവരിൽ ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല എന്നാ പറയണത്. അപ്പൊ അവരുടെ മനസ്സിൽ എന്താ, അമ്മ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് അവരുടെ കെയർ ഗിവറോ ആരാണോ അവരുടെ അടുത്ത് അത്രയും ക്ലോസ് ആയിട്ടുള്ളത് ആ ഒരു പേഴ്സൺ അവിടെ നിന്ന് മാറുമ്പോൾ അവര് എന്താ ഫോർ എവറിലേക്ക് വേണ്ടി, എന്ന് വെച്ചാൽ ഗോൺ ഫോർ എവർ എന്നുള്ള ഒരു ഫീൽ ആയിരിക്കും അവർക്ക് തോന്നുന്നുണ്ടാവുക. ഓക്കെ. അപ്പോ അവരിപ്പോഴും പഠിക്കുന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ അവര് കാണുന്ന, അവര് കൺമുന്നിൽ കണ്ടില്ലേലും ആ പേഴ്സൺസ് അല്ലെങ്കിൽ ആ തിങ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അവര് മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ നിന്നിട്ട് ഞാൻ അവിടെ ഉണ്ട്, ഞാൻ ഇപ്പുറത്തുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവരത് ഏജ് ആവുന്നല്ലേ ഉള്ളൂ മനസ്സിലാക്കാൻ. അപ്പൊ അതും ഇതിന്റെ ഒരു കാര്യമാണ്. വെച്ചാൽ സെപ്പറേഷൻ ആങ്സൈറ്റി കുട്ടികളിൽ വരുന്നതിന്റെ ഒരു റീസൺ കൂടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒബ്ജക്ട് പെർമനൻസ് അവർക്ക് പതുക്കെ ഡെവലപ്പായി വരുള്ളൂ. അപ്പൊ ആ സമയത്തും ആ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല അമ്മ ഇവിടെ ഉണ്ടോ അല്ലെങ്കിൽ അമ്മ പോയോ, അങ്ങനെയുള്ള ഒരു ഫീലും അവർക്ക് ഉണ്ടാവും. അപ്പൊ ഇതാണ് സാധാരണയായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ സെപ്പറേഷൻ ആങ്സൈറ്റിന്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്നൊക്കെ പറയാം. സാധാരണ എല്ലാ കുട്ടികളിലും വരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതാണ് അതിന്റെ ഒരു റീസൺ ആയിട്ട് നമ്മൾ പറയുന്നത്.
അപ്പൊ ഇത് നോർമൽ എപ്പോഴാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഹെൽത്തി എന്ന് പറയുന്നത് 6 മാസം മുതൽ 4 വയസ്സ് വരെയുള്ള ഒരു ടൈമില് എല്ലാ കുട്ടികൾക്കും വരുന്നതാണ് ഈ സെപ്പറേഷൻ ആങ്സൈറ്റി എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് എന്തായിരിക്കും, ഒരു മൈൽഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ കരയും, ഓക്കെ, പിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കും, പോവില്ല, അവരുടെ കാലിന്റെ കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും, ഇല്ലേ, പോവാൻ നേരത്തെ നമ്മൾ വിടില്ല, ഇങ്ങനെ കൈ പിടിച്ചോണ്ടേയിരിക്കും. പക്ഷെ അത് കുറച്ച് സമയം, ഇപ്പൊ കരയാൻ തുടങ്ങിയാലും കുറച്ച് സമയം ആള് കരയും, പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ആള് ഓക്കെ ആവുന്ന കാണാം, ഇല്ലേ. കുട്ടികളാണെങ്കിൽ ഫസ്റ്റ് നമ്മളൊന്ന് ഒന്ന് മാറിക്കഴിഞ്ഞാൽ ആള് കരയാൻ തുടങ്ങും, പിന്നെ വേറെ എന്തെങ്കിലും ആരെങ്കിലും കളിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ ആള് ഓക്കെ ആവും, ഹാപ്പിയാവും. ഓക്കെ, അപ്പൊ ഇത് സാധാരണയായിട്ട് പുതിയ എക്സ്പീരിയൻസസ്, ചേഞ്ചസ് ആ സമയങ്ങളിലാണ് ഇത് യൂഷ്വലി ഹാപ്പൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കുട്ടിക്ക് അവിടെ വേറെ ബുദ്ധിമുട്ടുകൾ വരുന്നില്ല, ആ കുറച്ച് സമയത്തേക്ക് ആള് സങ്കടപ്പെടുന്നുണ്ട്, നമ്മളെ തന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്, പക്ഷെ ആളുടെ ഉറക്കത്തിലോ ഭക്ഷണക്രമത്തിലോ കളിക്കുന്ന കാര്യത്തിലൊന്നും അത് ബാധിക്കുന്നില്ല. പതുക്കെ ഇതിങ്ങനെ ഇമ്പ്രൂവ് ആയിട്ട് വരും. സാധാരണ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയല്ലേ, നമ്മളിപ്പോ LKG കൊണ്ടുപോയി ചേർത്ത് കഴിയുമ്പോഴേക്കും ആദ്യം കരച്ചിലൊക്കെ ആയിരിക്കും, പിന്നെ അവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ ഓരോ സാധനങ്ങളൊക്കെ കൊടുത്ത് ഫ്രണ്ട്സ് ഒക്കെ ആകുമ്പോൾ അത് അവർക്ക് ഓക്കെ, പിന്നെ അവർക്ക് ഇഷ്ടമായിരിക്കും സ്കൂളിലേക്ക് പോകാനായിട്ട്. അപ്പൊ ഇത് യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു ഹെൽത്തി സെപ്പറേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി സ്ട്രോങ് ആയിട്ട് ചില കുട്ടികളിൽ ഇത് എപ്പോഴാണ് ഇതൊരു സെപ്പറേഷൻ ആങ്സൈറ്റി ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ചില കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി അവർക്ക് ഈ ഒരു ആൻഷ്യസ് ടെമ്പറമെന്റ് ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. ഓക്കെ, അവർ ഓൾറെഡി എങ്ങനെയായിരിക്കും, ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു രീതി ആയിരിക്കും അവർക്ക് ഉണ്ടാവുന്നുണ്ടാവുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ജനിച്ച സമയത്തിന് ഒരു സെൻസിറ്റീവ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഭയങ്കര പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ഇപ്പൊ നോയ്സ് കേൾക്കുമ്പോഴോ, പുതിയ ആളുകളെ കാണുമ്പോഴോ, പുതിയ പ്ലേസസ്, അതുപോലെ റുട്ടീനിൽ ചേഞ്ചസ് ഒക്കെ വരുമ്പോഴത്തേക്കും അവരുടെ റിയാക്ഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഹൈ ആയിരിക്കും. അപ്പോ അങ്ങനെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അഡാപ്റ്റബിലിറ്റി കുറച്ച് കുറവായിരിക്കും. എന്ന് വെച്ചാൽ പുതിയ ഒരാളെ കാണുന്ന സമയത്തൊക്കെ തന്നെയും വളരെ പതുക്കെ മാത്രമായിരിക്കും അഡാപ്റ്റ് ആവുക. കുറച്ചും കൂടി സമയം എടുക്കും അവർ അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു സെറ്റിങ്ങില് കംഫേർട്ട് കണ്ടെത്താനായിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓൾറെഡി ആ കുട്ടി ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ റിയാക്ഷൻസ് ഒക്കെ ഹൈ ആണെങ്കിൽ, ആ കുട്ടി അധികം സമയം വേണം ഈ അൺഫെമിലിയർ ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് ഒന്ന് അഡാപ്റ്റ് ആവാനായിട്ട്. അത് ഫസ്റ്റ് ഒരു റീസൺ ആണ്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് ആങ്സൈറ്റി ഇല്ലെങ്കിൽ ഓവർ പ്രൊട്ടക്റ്റീവ്നെസ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ പാരന്റ്സിന്റെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ഉണ്ടല്ലോ, അങ്ങനെ തന്നെ ആയിരിക്കും ഈ കുട്ടികൾ ചില സമയത്ത് അത് മിറർ ചെയ്യുന്നത്. ഇപ്പൊ പാരന്റ് ഭയങ്കര ഓവർ ആൻഷ്യസ് ആണ്, അല്ലെങ്കിൽ ഓവർ പ്രൊട്ടക്റ്റീവ് ആണ്, എപ്പോഴും ഇങ്ങനെ പേടിയൊക്കെ ആണെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ എന്തായിരിക്കും, ഞാനിപ്പോ ജീവിക്കുന്ന ഇവിടെ അൺസേഫ് ആണെന്നുള്ളൊരു ഫീൽ. ചില പാരന്റ്സ് ഇല്ലേ ഭയങ്കര ആൻഷ്യസ് ആയിരിക്കും, അല്ലെ, എന്ത് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുത്, ഇപ്പൊ ചിലപ്പോൾ ഒരു ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെയല്ല കഴിക്കുക, ആൾക്ക് കഴിക്കാറായിട്ടുണ്ടെങ്കിൽ പോലും അതിലും ആളെ ചിലപ്പോൾ പേടിപ്പിച്ചിട്ടായിരിക്കും ഫുഡ് കഴിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറക്കുന്നതാണെങ്കിലും. മൊത്തത്തിൽ നമുക്ക് അങ്ങനെ കാണരുത്, പാരന്റ്സ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞേയിരിക്കും, അല്ലെങ്കിൽ ഓവർ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ പറ്റുന്ന വെച്ചാൽ ആ കുട്ടിയുടെ ഉള്ളില് സ്നേഹം കൊണ്ട് ആ പാരന്റ്സ് ചെയ്യുന്നതാണ്, പക്ഷെ ആ കുട്ടിയുടെ ഉള്ളിൽ എന്താ, ഓക്കെ അമ്മ ഇങ്ങനെയൊക്കെയാ പറയണേ, അല്ലെങ്കിൽ എല്ലാം മൊത്തം ഈ ഞാൻ നിൽക്കുന്ന അവിടെ സേഫ് അല്ല എന്നുള്ളൊരു തോന്നലായിരിക്കും ആ സമയത്ത് ആ കുട്ടിക്ക് കിട്ടുന്നുണ്ടാവാം. പിന്നെ അതുപോലെ ഇങ്ങനെ പറയില്ലേ, പുറത്തേക്ക് ഒറ്റയ്ക്ക് പോകാൻ പാടെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ഒറ്റൊരു പ്രാവശ്യമല്ല, എന്ന് വെച്ചാൽ സേഫ് അല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ പറയണം ഒറ്റയ്ക്ക് പോവരുത് എന്ന് നമ്മൾ ഒരു പ്രാവശ്യം പറയുന്ന പോലെ അല്ല, കണ്ടിന്യൂസ് ഇങ്ങനെ തന്നെ മൊത്തമായിട്ടും എല്ലാത്തിനും നമ്മൾ ഇങ്ങനെ കെയർഫുൾ ആവണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ആ കുട്ടിയുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒറ്റയ്ക്ക് ചെയ്യുന്ന എന്തും ഡേഞ്ചർ ആണെന്നുള്ളൊരു തോന്നല് വരെ ആൾക്ക് വരാം. ഓക്കെ, ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ ആണ് എന്നുള്ളൊരു തോന്നല് വരെ ആ കുട്ടിക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ പാരന്റ്സ് ഇങ്ങനെ എപ്പോഴും ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പാടില്ല, എന്ന് വെച്ചാൽ എല്ലാത്തിനും പാരന്റ്സ് തന്നെ ചെയ്തു കൊടുക്കുക, അതുപോലെ എല്ലാ കാര്യത്തിലും ഇതുപോലെ പേടിപ്പെടുത്തുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ ഈ കുഞ്ഞിന്റെ മനസ്സിൽ എങ്ങനെയാ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഒരു ഡേഞ്ചർ ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
കോൺസ്റ്റന്റ്ലി ഇങ്ങനെ കുട്ടീനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കുട്ടിയുടെ മനസ്സിലേക്ക് എന്തോ ഡേഞ്ചർ ഉള്ളത് കൊണ്ടിട്ടാണ് എപ്പോഴും ഇങ്ങനെ ചെക്കിങ് വരണേ. ഓരോ കുട്ടികളുടെ ഡിഫറെന്റ് രീതിയിലായിരിക്കുമല്ലോ തിങ്ക് ചെയ്യുക. അപ്പൊ അത് അങ്ങനെയും അതൊരു ഇതിന്റെ ഒരു സെപ്പറേഷൻ ആങ്സൈറ്റിയിലേക്ക് നയിക്കാനുള്ള ഒരു കാരണമായിട്ടാണ് മാറുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഡിസ്ട്രക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ട്രോമാറ്റിക് ആയിട്ട് നടക്കുന്ന ലൈഫ് ഇവന്റ്സ്. ഓക്കെ, ഒരു ഇമോഷണൽ ഡിസ്ട്രെസ്സോ ഒരു ഫിയർ, ലോസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത കുട്ടികൾക്ക് അവര് എക്സ്ട്രീംലി അവര് പേടിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോ കുടുംബത്തിലുള്ള ഒരാള് മരിച്ചു വോയിസ് ബ്രേക്ക് ആവുന്നു. കഴിയുമ്പോ ബ്രേക്ക് ആവുന്നുണ്ട് സർ. ഇപ്പൊ കേൾക്കാമോ? Yeah. ഓക്കെ, കണ്ടിന്യൂ ചെയ്യട്ടെ? യെസ് മാം. Yeah, ma'am. ഓക്കെ, അപ്പൊ നമ്മള് ഡിസ്ട്രക്റ്റീവ് ഓർ ട്രോമാറ്റിക് ലൈഫ് ഇവന്റ്സ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ അതില് നമ്മൾ പറഞ്ഞത് ആ കുട്ടി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അല്ലെ ഇമോഷണൽ ഡിസ്ട്രെസ്സോ അല്ലെങ്കിൽ ഫിയറോ ലോസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുട്ടികളും എങ്ങനെയായിരിക്കും, അവർക്ക് പേടിയായിരിക്കും, എക്സ്ട്രീംലി അവര് പേടിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോ ചെറിയൊരു കാര്യം പോലും അവരെ ട്രിഗർ ചെയ്യും. ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം നമുക്ക് വന്ന ഒരു കുട്ടിയാളുടെ അമ്മാമ്മ മരിച്ചതാ. അപ്പൊ അത് നമ്മൾ ആ കുട്ടിയില് പ്ലേ തെറാപ്പി ചെയ്തപ്പോ അങ്ങനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തതായിരുന്നു. എന്ന് വെച്ചാൽ അതൊരു ടീച്ചർ ഇൻഫോം ചെയ്തിട്ട് നമ്മൾ പ്ലേ തെറാപ്പിന്റെ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ആ കുട്ടീനെ സംബന്ധിച്ച് ആ കുട്ടിക്ക് ഇങ്ങനെ ഈ പാരന്റ്സ് എപ്പോഴും അടുത്ത് വേണം. ആള് സ്കൂളിലേക്ക് പോവാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല, കാരണം ടീച്ചേഴ്സ് ആയിട്ട് കുറച്ചും കൂടി ആള് കംഫർട്ട് ആണ്. എന്നാലും അത് ഇടയ്ക്കൊക്കെ മാത്രമേ ആള് ക്ലാസ്സിലേക്ക് പോവുള്ളൂ. അങ്ങനത്തെയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആളെ സംബന്ധിച്ച് ഈ മരണം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നം വരിക. എന്നുവെച്ചാൽ ആളുടെ അമ്മമ്മ മരിച്ചു. അപ്പോ വീട്ടുകാർക്ക് അങ്ങനെ അറിയില്ലായിരുന്നു ഈ കുട്ടീനെ അമ്മമ്മ മരിച്ച കാര്യം അത്രയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അവർ വിചാരിച്ചു കുട്ടി അത്രയും അറിവുണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് ഇരുന്നിട്ടുണ്ടായത്. പക്ഷെ ആ കുട്ടി ആൻസൈറ്റി, സെപ്പറേഷൻ ആൻസൈറ്റി വന്നത് ആൾക്ക് 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ആ ഒരു ടൈമിലാണ്. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ PT പീരീഡിന് കളിക്കാൻ പോകുന്ന സമയം എപ്പോഴും അങ്ങനെ ഓരോ ടീംസിന് അവര് കളിക്കുമല്ലോ. ഒരു ദിവസം ടീച്ചർ നോക്കുമ്പോ അവര് കൂട്ടുകാരായിട്ട് കളിക്കാണ്. അവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടില് അവിടെ ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അപ്പൊ ഒരു കോർണറിൽ കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഒരു തുമ്പി അവിടെ ചത്തു കിടക്കുന്നുണ്ടായിരുന്നു. ഈ കുട്ടീന്റെ കയ്യിലുള്ള ഹാൻഡ് കർച്ചീഫില് ഈ തുമ്പീനെ വെച്ചിട്ട് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോയി ഇങ്ങനെ ഗ്രൗണ്ടിൽ ഒരു സ്ഥലം കുഴി എടുത്തിട്ട് അതിൽ ഈ തുമ്പി, ഈ കർച്ചീഫിൽ പൊതിഞ്ഞ തുമ്പി ഉണ്ടല്ലോ, അതിനെ അതിൻ്റെ ഉള്ളിലിട്ട് മൂടി അവിടെ നിന്ന് കരഞ്ഞു, പ്രാർത്ഥിച്ചു, ഇങ്ങനെ കളിക്കാണ് അവര്. പക്ഷെ അത് ശരിക്കും പറഞ്ഞ ആ ഒരു ആൾക്കാർക്ക് പ്രോസസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെ ഇമോഷൻ റിലീസ് ചെയ്യാനും പിന്നെ അതിന്റെ പ്രോസസ്സിങ് നടക്കുന്നേ ഉള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ് ആൾ അങ്ങനെ ആ ഒരു കളിയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടീനെ സംബന്ധിച്ച് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇങ്ങനെയായിരുന്നു കാണിച്ചത്. എന്നിട്ട് പിന്നെ പ്ലേ തെറാപ്പീസ് അപ്ലൈ ചെയ്ത് അത് നമ്മളത് മാറ്റി, അത് ഫുള്ളായിട്ട് അത് ആൾ ഓൾറൈറ്റ് ആയി. പക്ഷെ ആ ഒരു ടൈം എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ ആരോടും അടുത്തേക്ക് പോകില്ല. പിന്നെ എപ്പോഴും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുമായിരുന്നു അച്ഛനും അമ്മയും, വയറനങ്ങുന്നുണ്ടോ, നെഞ്ചനങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നു. കാരണം അമ്മാമ്മ മരിച്ചല്ലോ, അപ്പൊ ഇനി ഇവരാരെങ്കിലും മരിച്ചു പോകോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ എഴുന്നേറ്റൊക്കെ നോക്കും. അപ്പൊ എവിടെയെങ്കിലും ഇപ്പൊ TVയിലാണെങ്കിലും ഈ മരണത്തിന് എന്തെങ്കിലും വന്നു കഴിയുമ്പോ ആൾക്ക് അപ്പൊ തന്നെ പ്രശ്നവും, കരയാൻ തുടങ്ങും, അങ്ങനത്തെ സിനിമകളൊന്നും കാണില്ല, അങ്ങനെ കുറെയൊക്കെ. അപ്പൊ ട്രോമാറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിലും അങ്ങനെയുള്ള ഇവന്റ്സ് വരുമ്പോ അവര് ട്രിഗർ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്.
ചിലപ്പോ ഡിവോഴ്സ്, പാരന്റൽ ഡിവോഴ്സും ഒരു ഇത് തന്നെയാ അല്ലെ. അത് ആ കുട്ടി എക്സ്പീരിയൻസ് ചെയ്യുമ്പോ ആ കുട്ടിക്ക് അത് ആ ഒരു അച്ഛന്റെ അമ്മയുടെ സ്നേഹം കിട്ടാതെ വരുമ്പോ അല്ലെ, അപ്പൊ അതൊരു ലൈഫ് ഇവന്റ് ആയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ അതുപോലെ നമ്മൾ പബ്ലിക്കില് നമ്മൾ പെട്ടെന്ന് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസ് ഒക്കെ ഇതൊക്കെ ഈ സെപ്പറേഷൻ ആങ്സൈറ്റി വേഴ്സൺ ആക്കാൻ, അല്ലെങ്കിൽ അതിലേക്ക് നയിക്കാനുള്ള കാരണങ്ങളായിട്ടാണ് എടുക്കുന്നത്. ഒരു കുട്ടി ആദ്യം ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ആള് UKG-യിലായിരുന്ന സമയത്ത് എപ്പോഴും ടോയ്ലറ്റിലൊക്കെ പോകും. പക്ഷെ ഒരു ദിവസം ഇങ്ങനെ ആളെ വേറെ ആരോ കൂട്ടിയിട്ടു. അതിനുശേഷം ആൾക്ക് പേടിയാണ് ബാത്റൂമിൽ പോകാൻ, പിന്നെ ബാത്റൂം യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ അതും ശരിക്കും പറഞ്ഞാൽ പിന്നെ ആരുടെ അടുത്തും പോവില്ല, വേറെ വീട്ടിലേക്കും പോവില്ല, സ്കൂളിലേക്കും വരില്ല, വീട്ടിൽ തന്നെ. അപ്പൊ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ഇതിലേക്ക് നയിക്കാൻ. അപ്പൊ അത് ചിലപ്പോ ഇതുപോലെ എന്തെങ്കിലും അവർ എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ടും ആവാം. ഓക്കെ, മനസ്സിലായോ? Yes, ma'am. ഓക്കെ. പിന്നെ ഉള്ളതാണ് ഫാമിലി ഹിസ്റ്ററിയില്. ഇപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ ജനറ്റിക്കലി ഇൻഹെറിറ്റഡ് ആവുന്നതാണല്ലോ നമുക്ക് ഈ ആങ്സൈറ്റി എന്നൊക്കെ പറയാം. അപ്പോൾ ഈ പാരന്റ്സിന്, കുട്ടികളുടെ പാരന്റ്സിന് ഇപ്പൊ ആങ്സൈറ്റിയോ പാനിക് അറ്റാക്കോ അങ്ങനെയൊക്കെ വരുന്ന പാരന്റെങ്കില് ആ കുട്ടികൾക്ക് സെപ്പറേഷൻ ആങ്സൈറ്റി വരാനുള്ള ചാൻസസ് കൂടുതലാണ്. എല്ലാവർക്കും വരുമെന്നും ഉറപ്പില്ല, ചില കുട്ടികൾക്ക് അങ്ങനെ ഫോം ചെയ്യാറുണ്ട്. അപ്പൊ അതൊരു ഓൾറെഡി ഒരു ജനറ്റിക്കലി അത് വരുന്ന ചാൻസസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ആ കുട്ടി പഠിക്കുന്ന ഒരു ബിഹേവിയർ, ആ വീട്ടിൽ കാണുന്ന ഒരു ലേൺഡ് ബിഹേവിയർ ആണത്. ഓക്കെ, അപ്പോ അങ്ങനെയും എന്ത് ചെയ്യാറുണ്ട്, ഈ കുട്ടിയിൽ ഈ സെപ്പറേഷൻ ആങ്സൈറ്റി വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ജനറ്റിക്കും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ലേൺഡ് ബിഹേവിയറിന്റെ ബേസിസിലും വരാം. ഇപ്പോ ഒരമ്മയ്ക്ക് ഇപ്പൊ സോഷ്യൽ ആൻസൈറ്റി ആണ്, പുറത്തേക്ക് പോവില്ല, ഒരു പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോവില്ല, ആരോട് സംസാരിക്കില്ല, എവിടെയെങ്കിലും പോകുമ്പോൾ തന്നെ ഏതെങ്കിലും കോർണറിൽ പോയിരിക്കും. അപ്പൊ ഇതൊക്കെ ആ കുട്ടി കണ്ടാണ് വളരുന്നെങ്കിൽ അതൊരു ലേൺഡ് ആയിട്ടൊരു ബിഹേവിയർ ആയിട്ട് മാറല്ലേ. അപ്പൊ ആൾ അതേപോലെ തന്നെ പുറത്തേക്ക് കാണിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് ആണെങ്കിൽ, എന്ന് വെച്ചാ കെയർ ഗിവർ ഇമോഷണലി അൺഅവൈലബിൾ ആയിരുന്നു, അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ആയിരുന്നു, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ കുട്ടി ട്രസ്റ്റ് ചെയ്യുന്നില്ല അല്ലെ, പാരന്റ് റിട്ടേൺ ചെയ്യുന്നോ ആവശ്യമുള്ള സമയത്ത് ആ കെയർ ഗിവർ ഉണ്ടാവും എന്നുള്ളത് ട്രസ്റ്റ് വരുന്നില്ല. കാരണം ഇൻകൺസിസ്റ്റന്റ് ആയിട്ടാണ് ആ കെയർ ഗിവർ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഒന്നല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ആരാണോ അവരുടെ അടുത്തേക്ക് വരുന്നത് അവരെ വിട്ട് കളയില്ല. കാരണം അവര് പോകുമോ എന്നുള്ള പേടിയിൽ ഒരു ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് അവിടെ ഫോം ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളുടെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കും. എന്ന് വെച്ചാൽ ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് ആണ്, പോവോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അവരുടെ അടുത്ത് ആര് വന്നാലും അവര് ഫുള്ളി അവരൊക്കെ അവോയ്ഡ് ചെയ്യും. പക്ഷെ അങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ഡീപ്പ് ഫിയർ ഉണ്ടാവുന്ന പറയണ ഉള്ളില്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് ആണെങ്കിലും ഈ സെപ്പറേഷൻ ആങ്സൈറ്റിയിലേക്ക് നയിക്കാനുള്ള ഒരു കാരണമാണ്. പിന്നെ എക്സ്പോഷർ ടു ഫിയർ ഇൻഡ്യൂസിങ് കണ്ടന്റ്. ഓക്കെ, ഇപ്പോ അവരെന്ത് കണ്ടാലും അവരെന്ത് കേട്ടാലും അതൊക്കെ അവരെ ഡീപ്ലി എഫക്ട് ചെയ്യുന്ന ഒന്നാണ് അല്ലെ. അപ്പോ ഇപ്പോ ഡെത്തിന്റെ ന്യൂസ് കാണാ, കിഡ്നാപ്പിംഗ്, ആക്സിഡന്റ്, അല്ലെങ്കിൽ ഈ അഡൾട്ട്സ് തമ്മിൽ ഡേഞ്ചറിനെ പറ്റി സംസാരിക്കുകയാണ്. ഓക്കെ, അപ്പോ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് അതൊക്കെ കുട്ടി കേൾക്കല്ലേ. അപ്പൊ അതും എന്തിലേക്ക് വരാം, ഈ ഒരു ആങ്സൈറ്റി ഫോം ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. എന്ന് വെച്ചാൽ അതിങ്ങനെ നമ്മളൊരു പ്ലാൻ ചെയ്യുന്ന പോലെ, ഒരു ഫിയർ നമ്മൾ ആ കുട്ടിയുടെ ഉള്ളിൽ പ്ലാൻ ചെയ്യുന്ന പോലെയാണ് അത് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ ഒരു സെപ്പറേഷനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഡെത്തിനെ പറ്റിയിട്ടോ നമ്മളൊന്ന് അവരുടെ ഉള്ളിൽ ആ ഒരു ചിന്ത ഇട്ട് കൊടുക്കുന്ന പോലെയാണ് ഈ ഫിയർ ഇൻഡ്യൂസിങ് കണ്ടന്റ്സ് അവര് എക്സ്പോഷർ ചെയ്യുമ്പോൾ, അവർ കേൾക്കുകയോ കാണുകയോ ചെയ്യുന്നത് എന്തിലേക്ക് നയിക്കാറുണ്ട്, പിന്നീട് ഈ സെപ്പറേഷൻ ആങ്സൈറ്റിയിലേക്ക് നയിക്കാറുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു പ്രാവശ്യം ന്യൂസ് കറക്റ്റ് ആയിട്ട് ഒരു കുട്ടീനെ കിഡ്നാപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്ന ഒരു, നമുക്ക് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു, കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. എന്നിട്ട് ആ കുട്ടീനെ വണ്ടിയിൽ എവിടെയോ കൊണ്ടിട്ടിട്ട് അവര് പിന്നെ പോയി, കേസൊക്കെ ആയ സമയത്ത്. അപ്പൊ ആ ന്യൂസ് കണ്ട ആ ഒരു ടൈമില് ഒരു കുട്ടി നമുക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടീനെ സംബന്ധിച്ച് ഈ ന്യൂസ് കണ്ടു കഴിഞ്ഞപ്പോ വീട്ടിലൊക്കെ ഇതൊരു സംസാരമായിട്ട് അങ്ങനെ അവൻ പേടിച്ചതാ.
പിന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങില്ല, വാതിലടച്ചിട്ടേ ഇരിക്കുള്ളൂ, പുറത്തേക്ക് പോവില്ല. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ചില ഫിയർ എന്തിനു വേണ്ടിയിട്ടാ, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനാ. അങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ ആൾ എന്തായാലും ഒറ്റയ്ക്ക് ഒരു കാര്യങ്ങളും ചെയ്യില്ല. പാരന്റ്സിന് അങ്ങനത്തെ ഒരു ഇത് കിട്ടും. പക്ഷെ ആ ഫിയർ കൂടിപ്പോയി എന്ത് സംഭവിക്കും, ഒന്നിലേക്കും അവന് ഒന്നും ചെയ്യാനായിട്ട് സാധ്യമാവില്ല. അപ്പൊ ഈ ഫിയർ ഇൻഡ്യൂസിങ് ആയിട്ടുള്ള കണ്ടന്റ്സിന്റെ ഒക്കെ എക്സ്പോഷറും ഈ സെപ്പറേഷൻ ആങ്സൈറ്റിയിലേക്ക് നയിക്കും എന്നാണ് പറയണേ. പിന്നെ അതുപോലെ തന്നെ വരുന്ന ഒരു കാര്യമാണ് ആ കുട്ടിയുടെ ഓൺ ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ മെഡിക്കൽ ഹിസ്റ്ററി. ഓക്കെ, അപ്പൊ അത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആ കുട്ടിക്ക് ഒരു സീരിയസ് ഇൽനെസ് ഉണ്ട്, ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ വേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ഓൾറെഡി ആ കുട്ടിക്ക് എങ്ങനെയാ ഒരു ഡീപ്പ് ഫിയർ ആയിരിക്കും അല്ലെ, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാനിങ്ങനെ വയ്യാണ്ടായ ആരും ഉണ്ടാവില്ല എന്നുവെച്ചാൽ അവർക്ക് എപ്പോഴും ഈ പാരന്റ് അടുത്തുണ്ടാവണം. കാരണം ആ കുട്ടിക്ക് സ്വന്തമായിട്ട് അറിയാം ആൾക്ക് വയ്യ, ആൾക്ക് എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോഴേക്കും എന്താ സംഭവിക്കാന്ന് വെച്ചാൽ എങ്ങനെയാ, അവർക്ക് എപ്പോഴും കോൺസ്റ്റന്റ് ഫിയർ ആയിരിക്കും, എന്തോ സംതിങ് ബാഡ് ഇസ് ഗോണ ഹാപ്പൻ എന്നുള്ള രീതിയിൽ ഫുൾ ടൈം ഇങ്ങനെ ഫിയർ ആയിരിക്കും. അപ്പൊ ഒന്നല്ലെങ്കിൽ പാരന്റ് അല്ലെങ്കിൽ ഡോക്ടർ ഇവർ ആരെങ്കിലും കണ്ടില്ലെങ്കിൽ അപ്പൊ തന്നെ അവർക്ക് പേടിയാവാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ, സീഷേഴ്സ് ഉള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം. ആ സീഷേഴ്സ് ഉള്ള കുട്ടി ആൾക്ക് അറിയാം ആൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോ പാരന്റ്സ് എപ്പോഴും അടുത്തുണ്ടാവും, ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, എല്ലാമാണ്, കുട്ടിക്ക് വലിയ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ ഒരു പോയിന്റിൽ ഈ പാരന്റ്സ് ആൾക്ക് സീഷർ വരുന്ന കാര്യം അതങ്ങനെ വീഡിയോ എടുത്തിട്ട് ആ കുട്ടീനെ കാണിക്കാന്ന് വിചാരിക്കും. അതിനുശേഷം ആ കുട്ടിക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആ കുട്ടി കാണാണ് ആ കുട്ടിക്ക് സീഷേഴ്സ് വരുമ്പോ എന്താണ് ആ കുട്ടി കാണിക്കുന്നതെന്നുള്ളത് ആ വീഡിയോയിലൂടെ ആള് മനസ്സിലാക്കല്ലേ. ആ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും പിന്നെ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു പേടി, ഓൾറെഡി ആൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, അതിന്റെ കൂടെ ഒരു പേടി കൂടിയിട്ടാണ് അവിടെ ഇൻഡ്യൂസ് ആയിട്ടുള്ളത്. അപ്പൊ എപ്പോഴും എങ്ങനെയാ, ആരും അടുത്തില്ലെങ്കിൽ എനിക്കൊരു ഡേഞ്ചർ ആണെന്നുള്ള ഫീല് സ്വന്തമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ അഡൾട്ട്സിനാണെങ്കിൽ അങ്ങനെ തന്നെയല്ലോ, നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേടിയായിരിക്കും, ആരെങ്കിലും അടുത്തില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ഞാൻ പെട്ടെന്ന് മരിച്ചു പോകുമോ, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ അവർക്ക് വരാം. പക്ഷെ എപ്പോഴും അവർക്ക് ആരെങ്കിലും എന്ത് വേണം, അവരുടെ അടുത്തുണ്ടാവണം. അപ്പൊ ഈ കുട്ടീന്റെ തന്നെ ഒരു ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഹിസ്റ്ററി ആള് തന്നെ അത് അറിയാണ്, ഇങ്ങനെ എനിക്കൊരു പ്രശ്നം ഉണ്ടെന്നൊക്കെ അറിയുന്ന സമയത്തും ഈ ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ആ പാരന്റ് ഇല്ലാന്നാണെങ്കിൽ ഡേഞ്ചറിലേക്കാണ് പോകുന്നതെന്നുള്ളൊരു ഫീൽ ആയിരിക്കും ആ കുട്ടിക്ക് വരാം. ഓക്കെ, ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ, ഇനി ഇതെപ്പോഴാണ് സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡറിലേക്ക് പോകുന്നതെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ 6 വയസ്സൊക്കെ കഴിഞ്ഞിട്ടും ഈ സിവിയർ ആയിട്ടൊരു സെപ്പറേഷൻ റിലേറ്റഡ് ഫിയർ കാണിക്കുമല്ലോ, എന്ന് വെച്ചാൽ എക്സസീവ് ആയിട്ട് അൺകൺട്രോളബിൾ ആയിട്ട്, എന്ന് വെച്ചാൽ ഒരു 6 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഏകദേശം നമ്മളുടെ സെപ്പറേഷൻ ആങ്സൈറ്റി കുട്ടികളിൽ കാണുന്നതൊക്കെ മാറുന്ന ടൈമാണ്. എന്നിട്ടും എങ്ങനെയാ ഈ ഒരു ഫീല് തന്നെ വന്നുകൊണ്ടിരിക്കുക, ഡേ ടു ഡേ ഫങ്ഷനിങ്ങിനെ അത് ബാധിക്കാൻ തുടങ്ങി. ഈവൻ കുറച്ച് സമയം പോലും ആൾക്ക് ഈ സെപ്പറേഷൻ പറ്റുന്നില്ല, പാനിക് ആവാണ്, അവരുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴേക്കും അത് സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡറിലേക്ക് അത് മാറാണ്. അപ്പൊ അതിന്റെ ഒരു നമ്മൾ കോഗ്നിറ്റീവ് ഇമോഷണൽ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റൻസ് ഫിയർ ആയിരിക്കും. എന്ന് വെച്ചാൽ അവര് സ്നേഹിക്കുന്ന ഒരാൾക്ക് എന്തോ വലുത് സംഭവിക്കാൻ പോവാണ്, ഓക്കെ, അങ്ങനെയുള്ളൊരു ഫീൽ അവർക്ക് ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കോ, എന്നെ ആര് കാണാതെ പോവോ, ഞാൻ ഒറ്റപ്പെട്ടു പോവോ, അങ്ങനെയുള്ള പേടി ചിലപ്പോൾ ഉണ്ടാവാം. പിന്നെ എപ്പോഴും ഇങ്ങനെ റീഅഷുറൻസ് കിട്ടിക്കൊണ്ടേ ഇരിക്കണം, വരുവോ, എന്നെ വിളിക്കാൻ വരുമോ, ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടാവോ. അപ്പൊ ബാത്റൂമിൽ പോകാനാണെങ്കിലും ചിലപ്പോ വാതിക്കെ പോയി നിൽക്കേണ്ടി വരും. ഈ ഇത്ര 6 വയസ്സ് കഴിഞ്ഞിട്ടും ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ടായിരിക്കാം വരാം. കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ നമ്മളെ തന്നെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ നമ്മൾ ഡയഗ്നോസിസ് ക്ലിനിക്കലി നമ്മൾ ചെയ്യണം, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അടുത്ത് പോയിട്ട് ഡയഗ്നോസിസ് ചെയ്യണം. നമ്മളൊരു
പൊതുവെ ഇതിന്റെ ഒരു സിംറ്റംസ് ആണ് ഇപ്പൊ പറയണേ. അപ്പൊ കോഗ്നിറ്റീവ് ഇമോഷണൽ സിംറ്റംസിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്റൻസ് ഫിയർ ഉണ്ടാവാറുണ്ട്. എന്തോ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് എന്തോ സംഭവിക്കാൻ പോവാണ്, നമ്മളിപ്പോ ലോസ്റ്റ് ആവും, നമ്മൾ കിഡ്നാപ്പ് ചെയ്യും, എപ്പോഴും നമ്മൾ റീഅഷുറൻസ് സീക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും നമ്മുടെ ബിഹേവിയർ എന്ന് വെച്ചാൽ അവരുടെ ബിഹേവിയർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അവർ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അത് നമ്മളെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടോ, അവരുടെ തല ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനയ്ക്കാൻ തന്നെ ചിലപ്പോൾ നമുക്ക് ടെൻഷൻ വരാനായിട്ട് തുടങ്ങും. കുട്ടികൾക്ക് ടെൻഷൻ വരാനായിട്ട് തുടങ്ങാറുണ്ട്. പിന്നെ നമ്മൾ ബിഹേവിയറൽ സിംറ്റംസ് നോക്കുമ്പോൾ ആ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വീട് കഴിഞ്ഞ് അടുത്തത് പോകേണ്ട എവിടെയാ, സ്കൂളിലേക്കല്ലേ. അപ്പൊ സ്കൂളിലേക്ക് പോവാനായിട്ട് തന്നെ ഒട്ടും പോകുന്നില്ല, സ്കൂളിൽ പോവാൻ റിഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, കരയുക, പാനിക് ആവുക, ഫിസിക്കലി റെസിസ്റ്റ് ചെയ്യുക. ഓക്കെ, ഫിസിക്കലി റെസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഒരു കുട്ടിയുണ്ട്, ആള് ദേഷ്യമായിരുന്നു കാണിക്കണേ, സങ്കടമല്ല, പകരം ദേഷ്യമായിരിക്കും കാണിക്കാം, ഇങ്ങനെ പിടിച്ച് ചവിട്ടുകയൊക്കെ ചെയ്യും. ഒരു പ്രാവശ്യം ഇതുപോലെ ചവിട്ടിയിട്ട് ആളുടെ അമ്മയുടെ അടിവയറിന്റെ ഭാഗത്തൊക്കെ ചവിട്ടി കുറെ പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഫിസിക്കലി റെസിസ്റ്റ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ആദ്യം ദേഷ്യമായിരിക്കും, പിന്നെ കരച്ചിലാവും, ഇതിങ്ങനെ മാറി മാറി വരും. പിന്നെ അതുപോലെ തന്നെ പാരന്റ്സ് ഇല്ലാതെ എങ്ങും പോവില്ല, ഒന്ന് നമ്മൾ മാറ്റിക്കിടത്താൻ നോക്കിയാൽ പോലും അങ്ങനെ മാറ്റിക്കിടക്കുന്നുണ്ടാവില്ല, എപ്പോഴും പാരന്റിന്റെ പുറകെ തന്നെ ആയിരിക്കും. കുറച്ചു നേരം ആള് നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റില്ല, ഫുൾ ടൈം എങ്ങനെയാ ഈ പാരന്റിന് ചുറ്റും തന്നെ ആയിരിക്കും ഈ കുട്ടി ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ നമ്മള് ഇങ്ങനെ പറയാണ് മാറി നിന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്രസ്ഡ് ആവുക, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരാം, അങ്ങനെയുള്ള ബിഹേവിയറൽ സിംറ്റംസും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഒന്നല്ലെങ്കിൽ നമ്മൾ കൂടെയുള്ള ആൾക്ക് എന്തോ സംഭവിക്കാൻ പോവാണ്, നമുക്ക് എന്തോ സംഭവിക്കാൻ പോവാണ്, എപ്പോഴും റീഅഷുറൻസ് കിട്ടിക്കൊണ്ടിരിക്കുക, സ്കൂളിൽ പോകുന്നില്ല, അമ്മേനെ അല്ലെങ്കിൽ പാരന്റ്സിനെ വിട്ടിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയില്ല, മാറ്റി കിടത്തിയാലും കിടക്കില്ല, ഫുൾ ടൈം ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ആ പാരന്റിനെ ചുറ്റിപ്പറ്റി നടക്കുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ഇമോഷണൽ സിംറ്റംസും ബിഹേവിയറൽ സിംറ്റംസിലും ഉള്ളത്. പിന്നെ നമ്മൾ നോക്കിക്കഴിയുമ്പോഴേക്കും ഫിസിക്കൽ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ഈ സൊമാറ്റോഫോം പോലെ തന്നെ സ്റ്റൊമക് ഏക്സ് വരാം, വയറുവേദന, ഛർദ്ദിക്കാൻ വരാം, ഛർദ്ദിക്കില്ല ചില സമയത്ത്, ഛർദ്ദിക്കാൻ വരുന്നത് പോലെ കാണിക്കുക, ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കും. അപ്പൊ മിക്ക കുട്ടികൾക്കും അത് വരാറുണ്ട്. ഈ സെപ്പറേഷൻ ആൻസൈറ്റി ഉള്ള കുട്ടികൾ മിക്കതും ഡിസോർഡർ വരുന്ന കുട്ടികൾ കാണിക്കുന്ന കാര്യമാണ് ഫിസിക്കൽ സിംറ്റംസ് ആയിരിക്കും അല്ലെ, വയറുവേദന, വോമിറ്റിംഗ്, തലവേദന, തലകറക്കം, ക്ഷീണം വരാം. പിന്നെ അതുപോലെ തന്നെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്യാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വിസിബിളി അറിയാൻ പറ്റും, അവരിങ്ങനെ ഭയങ്കര പേടിച്ചിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക, അവരുടെ മുഖമൊക്കെ മാറി, ചില സമയത്ത് ഇങ്ങനെ കൈയൊക്കെ ഭയങ്കര സ്വെറ്റിംഗ് ആയിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പിന്നെ ചില സമയത്ത് ഇങ്ങനെ പറയും, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, എനിക്ക് ഇവിടെ വേദന എടുക്കുകയാണെങ്കിൽ നെഞ്ചിന്റെ അവിടെ വേദന എടുക്കണേന്നൊക്കെ പറയും. അത് ഈ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ സെപ്പറേഷൻ വരാൻ പോകുന്നത്. ചിലപ്പോ നമ്മള് ആ പാരന്റ് ആ കുട്ടീനെ അവിടെ ആക്കിയിട്ട് പോയിട്ടുണ്ടാവില്ല, പക്ഷെ ആ കുട്ടിക്ക് മനസ്സിലാവാണ് ഈ പാരന്റ് പോവാണെന്ന് തോന്നുമ്പോ തന്നെ ആൾക്ക് ഫിസിക്കൽ സിംറ്റംസ് കാണിക്കാനായിട്ട് തുടങ്ങും. പിന്നെ ഉറക്കത്തിലും വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്വപ്നങ്ങൾ, എപ്പോഴും ഇങ്ങനെ പേടി സ്വപ്നം കാണുന്നത് സെപ്പറേഷൻ ആയിരിക്കും. പാരന്റ്സ് വിട്ടുപോകുന്നതോ, ഒറ്റയ്ക്കാവുന്നതോ, സ്വന്തമായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നതോ, മരിച്ചു പോകുന്നതോ, ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കൂടെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക, എപ്പോഴും രാത്രി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എഴുന്നേക്കുക. പിന്നെ ഒരു പ്രാവശ്യം ഒരു പാരന്റ് പറഞ്ഞ കാര്യമാണ്, ആ കുട്ടി ആ പാരന്റ്സിനെ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഓക്കെ, ആ കുട്ടിയും ഉറങ്ങില്ല, പാരന്റ്സിനെ ഉറങ്ങാൻ സമ്മതിക്കില്ല, ഇങ്ങനെ നോക്കും ബ്രീത്ത് ചെയ്യുന്നുണ്ടോ, അപ്പൊ മൂക്കിന്റെ ഇവിടെ ഇങ്ങനെ കൈ വെച്ച് നോക്കും, എങ്ങനെ ശ്വാസം വിടുന്നുണ്ടോ, വയറനങ്ങുന്നുണ്ടോ. അപ്പൊ കുറച്ചു നേരം സംസാരിക്കാതെ പാരന്റ് കണ്ണടച്ചു പോയി അപ്പൊ തന്നെ തട്ടി വിളിച്ച് എണീപ്പിക്കാൻ ശ്രമിക്കും, എന്തായി എണീക്കെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ കേൾക്കുന്നുണ്ടോ? യെസ് മാം, കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയും കാണിക്കാനായിട്ട് തുടങ്ങുന്നു. ഒരു പാരന്റ് പറഞ്ഞു, പക്ഷെ ഉറങ്ങാനേ സമ്മതിക്കില്ല, ആളും ഉറങ്ങില്ല, പാരന്റ്സിനെയും ഉറക്കത്തില്ല. അങ്ങനെ അത്രയും പേടിച്ചിട്ടുള്ള ഇതും നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സെപ്പറേറ്റ് റൂമിൽ കിടക്കില്ല. ഇപ്പൊ ഒരു റൂമിൽ തന്നെ പാരന്റ്സ് ബെഡില് കുട്ടീനെ വേറൊരു ബെഡിൽ കിടത്താൻ നോക്കി, ഒരു റൂമിൽ തന്നെ ആണെങ്കിൽ പോലും അങ്ങനെ സെപ്പറേറ്റ് ആവാനും അവർക്ക് പേടിയായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഫിസിക്കൽ സിംറ്റംസും പിന്നെ അതുപോലെ സ്ലീപ്പ് സിംറ്റംസിലുള്ളത്.
പിന്നെ നമ്മൾ സോഷ്യൽ ആൻഡ് അക്കാഡമിക് എഫക്ട്സിൽ നോക്കുകയാണെങ്കിൽ അറ്റൻഡൻസ് ഉണ്ടാവില്ല. ഒരു സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ ഉള്ള ഒരു കുട്ടി 3 മാസമാണ് ആള് ക്ലാസ്സിൽ പോവാതിരുന്നത്. 3 മാസം കഴിഞ്ഞപ്പോഴാണ് അവര് ഹെൽപ്പ് എടുത്തത്. 3 മാസം ആ കുട്ടി സ്കൂളിൽ പോയിരുന്നില്ല. പിന്നെന്തോ മാനേജ്മെന്റ് ആയിട്ട് സംസാരിച്ച് എക്സാം ഒക്കെ എഴുതിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് 3 മാസം ആള് ക്ലാസ്സിൽ പോയില്ല. ഫസ്റ്റ് മിഡ് ടേം എക്സാം ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അറ്റൻഡൻസ് ഡ്രോപ്പ് ആവും. ആള് പോകുന്നില്ലല്ലോ, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല ക്ലാസ്സിൽ. പിന്നെ എപ്പോഴും നമ്മളിങ്ങനെ അക്കാഡമിക്കലി ബാക്ക്വേർഡ് ആവുക, പിന്നെ ആരോടും സംസാരിക്കാതിരിക്കുക, ഒരു ആക്ടിവിറ്റീസ് ഇല്ലാതെ, ഫ്രണ്ട്ഷിപ്സ് ഇല്ലാതെ, ഫുള്ളി നമ്മൾ നമ്മളുടെ കെയർ ഗിവറിനെ മാത്രം ഡിപ്പെൻഡന്റ് ആയിട്ടിരിക്കുക, സോഷ്യലി ഐസൊലേറ്റഡ് ആവും അല്ലെ, ഒരു ഐസൊലേഷൻ ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ ഇമോഷണലി വിഡ്രോ ചെയ്യും. ഓക്കെ, ആരും ഇല്ലാത്ത രീതിയിൽ എന്ന് വെച്ചാൽ നമുക്ക് വേറെ ഒന്നിലും കംഫർട്ട് ഇല്ല. നമുക്ക് എപ്പോഴും നമ്മൾ ആ പേടി കാരണം എപ്പോഴും നമ്മളുടെ കെയർ ഗിവറിന്റെ കൂടെ ഇരിക്കാനായിരിക്കും നമ്മൾ കൂടുതൽ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവുക. ഇനി എപ്പോഴാണ് ഇത് ഒരു ഹെൽപ്പ് എടുക്കണ്ടേന്ന് വെച്ചാൽ, ഇപ്പോ സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ ആണെന്ന് ചിലപ്പോൾ നമുക്ക് ആദ്യമേ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ തന്നെ നമ്മൾ ആലോചിക്കുക ഇത് എന്താണ്, ഇതിങ്ങനെ, ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, ഈ സെപ്പറേഷൻ ആവുന്ന സമയത്ത് മാത്രമാണ് ഈ കുട്ടി ഇങ്ങനെ കാണിക്കുക. അതൊക്കെ നമ്മൾ തന്നെ പാരന്റ്സിന് നമ്മൾ പറഞ്ഞു കൊടുക്കുക, അറിയാത്തവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത്. ടീച്ചേഴ്സും അത് മനസ്സിലാക്കാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യം, ഈ പേടി എക്സസീവ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ കുറെ ലോങ് ആയിട്ട് നിൽക്കുന്നുണ്ടോ, സ്കൂളിൽ പോവാൻ റെഫ്യൂസ്, അത് ഒരു ദിവസം എന്നല്ല, എല്ലാ ദിവസവും ഇതുപോലെ തന്നെ. അതുപോലെ സ്ലീപ്പ്, ഭക്ഷണക്രമം, ഇതിനൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ടോ നോക്കുക. ഫ്രീക്വന്റ് ആയിട്ട് ഫിസിക്കൽ സിംറ്റംസ് എന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, അപ്പൊ ഡോക്ടറിനെ നമുക്ക് പറഞ്ഞു തരും ഇത് അതുകൊണ്ടല്ല, ആൾക്ക് ടെൻഷൻ ആയിട്ടാണെന്നുള്ളത് ഡോക്ടേഴ്സ് തന്നെ പറയും അല്ലെ. അപ്പൊ അങ്ങനെ ഫിസിക്കൽ സിംറ്റം വരാ, പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ റീഅഷുറൻസ് കിട്ടണം, പാരന്റ്സിനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഈ ഇമോഷണലി ഫുള്ളി അവരെന്തായിരിക്കും പാരന്റ്സിൽ ഡിപ്പെൻഡ് ചെയ്യുക. പിന്നെ എപ്പോഴും കുട്ടീനെ സാഡ് ആയിട്ട്, വിഡ്രോൺ ആയിട്ട്, ഓവർലി സെൻസിറ്റീവ് ആയിട്ടാണ് കാണുന്നതെങ്കിലും നമ്മൾ നോക്കുക എന്താണെന്നുള്ളത്. അത് പാരന്റ്സിന് എസ്പെഷ്യലി അറിയാൻ പറ്റും. കുറച്ച് ദിവസങ്ങളോളം ഇവരിങ്ങനെ വിഷമിക്കുക, കരയുക, ഏങ്ങലടിച്ച് കരയുക, അസുഖങ്ങൾ വരെ, അങ്ങനെ ആണെങ്കിൽ തന്നെ എപ്പോഴാണ് ഇത് കൂടുതൽ കാണിക്കുന്നതെന്നുള്ളതൊക്കെ നമ്മളൊന്ന് വാച്ച് ചെയ്യണം. അതുപോലെ നേരത്തെ പറഞ്ഞ സിംറ്റംസിൽ എന്തെങ്കിലുമൊക്കെ കുട്ടി കാണിക്കുന്നുണ്ടോ, ഇപ്പോ ഏജ് ഇത്ര ആയിട്ടും ആൾ ഇങ്ങനെ തന്നെയാണോ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാം. ഇനി ഇത് നമ്മൾ നോക്കിയില്ല എന്നാണെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഇത് ബാധിക്കാൻ മറ്റ് ഫിയറിലേക്ക്, ഡിസോർഡേഴ്സിലേക്ക് വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ അവർക്കൊരു ഇമോഷണൽ സോഷ്യൽ ഡെവലപ്മെന്റ് ഡിലേ വരാണ് അല്ലെ. സോഷ്യൽ ഡെവലപ്മെന്റ് ഡിലേ വരുന്നത് വെച്ചാൽ കുട്ടികൾ ടോട്ടലി വിഡ്രോൺ ആവാണ്, ആരുമായിട്ട് സംസാരിക്കുന്നില്ല, ആരുമായിട്ടും ഒന്നും ഷെയർ ചെയ്യുന്നില്ല, ഒരു കാര്യങ്ങളും പുറത്തൊരാളായിട്ട് നടക്കുന്നില്ല. അപ്പൊ സോഷ്യൽ ഡെവലപ്മെന്റിന് ഇത് ബാധിക്കാൻ തുടങ്ങും. ഇമോഷണലി അവർക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അക്കാഡമിക് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് നമുക്ക് കാണാൻ പറ്റും, സോഷ്യലി വിഡ്രോവൽ ആയിരിക്കും. അതൊക്കെ അവരുടെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കുന്നുണ്ടാവും. അങ്ങനെ ആ ഒരു ടൈമിൽ തന്നെ അവർക്ക് എന്താ പറയാ, ഈ നെഗറ്റീവ് ബിലീവ്സ് വരാണ് അല്ലെ. എനിക്കിങ്ങനെ ഞാൻ ഇങ്ങനെയാണ്, ഇവര് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തോ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് ചിലപ്പോ എങ്ങനെയാ വന്നു ചേരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ട്രീറ്റ് ചെയ്തില്ല എന്നാണെങ്കിൽ, ഇതിനുള്ള ഒരു ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്തില്ല, ഇന്റർവെൻഷൻസ് ചെയ്തില്ല എന്നാണെങ്കിൽ അതൊരു ടീനേജിലേക്കും അഡൽട്ട്ഹുഡിലേക്കൊക്കെ അത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക, ഇത് ആ ഒരു ഏജിൽ നമുക്ക് ഇങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നീട് നമ്മള് ഭാവിയിൽ നമ്മൾ വർക്കിനെ ബാധിക്കാൻ തുടങ്ങും, ലൈഫിനെ ബാധിക്കാൻ, റിലേഷൻഷിപ്പിനെ ബാധിക്കാൻ തുടങ്ങും, അങ്ങനെ പല പ്രശ്നങ്ങളിലേക്കും പോകാം. ഇപ്പോൾ ഡിസോർഡർ ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക, തെറാപ്പീസ് കൊടുക്കുക. അതല്ലാതെ സെപ്പറേഷൻ ആങ്സൈറ്റി ആണ് എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ കുറച്ച് ഇന്റർവെൻഷൻസ് ഒക്കെ നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് വെബിനാറിൽ അങ്ങനെയുള്ള ടെക്നിക്സും, ഇപ്പൊ ഡിസോർഡർ ആണെങ്കിലും അതിനോടൊപ്പം തന്നെ നമുക്ക് ക്ലാസ്
ക്ലിയർ ആണോ? യെസ് മാം, ലാസ്റ്റ് വോയിസ് ബ്രേക്ക് ആയിണ്ടായിരുന്നു. ആണോ? ഓക്കെ. അതെ, ലാസ്റ്റ് വോയിസ് ഏതാണ് കേൾക്കാതിരുന്നെ? ഇപ്പൊ മാം ആണോ? ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണോ എന്ന് പറയുന്നതിന് മുമ്പ് പറഞ്ഞ സംഭവങ്ങൾ ക്ലിയർ ആയിട്ടില്ല. ഓക്കെ. ഞാൻ ലാസ്റ്റ് പറഞ്ഞത് നെഗറ്റീവ് ബിലീഫ്സിന്റെ കാര്യങ്ങൾ, അത് കേട്ടിരുന്നോ? മാം തെറാപ്പിയുടെ എല്ലാം പറഞ്ഞില്ലായിരുന്നോ? നെക്സ്റ്റ് ആ ആ വെബിനാറിൽ ആ അതിൽ അതെ. അത്ര തന്നെ ഞാൻ പറഞ്ഞുള്ളൂ. അത്ര തന്നെ പറഞ്ഞേ. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിലൊരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മളിപ്പോ സെപ്പറേഷൻ ആങ്സൈറ്റി എന്താണ്, അതുപോലെ ഡിസോർഡറിൽ കാണിക്കുന്ന സിംറ്റംസ് എന്താണെന്നുള്ളതാണ് നോക്കിയേ. നെക്സ്റ്റ് നമ്മൾ ഇന്റർവെൻഷൻസ് ആയിരിക്കും എന്ന് പറഞ്ഞു. താങ്ക് യു. മാമിന്റെ PPT ഷെയർ ചെയ്യോ? PPT ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പർ അതിൽ ഉണ്ടാവും, നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് വെബിനാറിന് എല്ലാവരും ഉണ്ടാവാം. നമുക്ക് ഇന്റർവെൻഷൻസ്. പറഞ്ഞോ. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഡൗട്ട് അല്ലാതെ ചോദിച്ചോ. ഇറ്റ്സ് എ ഫാക്ട്. കുട്ടികളില് ഇപ്പോ ഇത് സെപ്പറേറ്റ് അമ്മയും അച്ഛനും പോണത് മാത്രമല്ല, അവരെ വിട്ടു നിൽക്കുന്നത് മാത്രമല്ല, ഫ്രണ്ട്സിനെ വിട്ടു നിന്ന് ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ട്. ബിക്കോസ് ഐ ഹാവ് സീൻ ദം. ഒരു കുട്ടിയെ ഞാൻ കണ്ടിരുന്നു. ആ കുട്ടി 8th സ്റ്റാൻഡേർഡ് ആണ് പഠിക്കുന്നത്. അപ്പോ അവള് 7th പഠിക്കുമ്പോൾ 2-3 കുട്ടികൾ ഒന്നിച്ചായിരുന്നു. 3 കുട്ടികൾ അവളുടെ കൂടെ 4 പേരായിട്ട് ഒന്നിച്ചായിരുന്നു. അപ്പൊ അവള് അങ്ങനെ ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണ്. എവിടെ പോകുമ്പോഴും ഞങ്ങൾ ബസ്സിൽ ഒന്നിച്ചു പോകും, ബസ്സിൽ ഒന്നിച്ചൊരു സീറ്റിലിരിക്കും, സ്ഥലമില്ലെങ്കിലും ഞങ്ങൾ ഇറുകിയിരിക്കും എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ ഇരുന്ന് പോയവര് ആ 3 പേരും വേറെ സ്കൂളിലേക്ക് അങ്ങോട്ട് മാറിപ്പോയി. അപ്പോ ഷീ ഡസന്റ് വാണ്ട് ടു ഗോ ടു സ്കൂൾ നൗ. എനിക്ക് വേണ്ട സ്കൂള്, എന്റെ ഫ്രണ്ട്സ് അവിടെ ഇല്ല, എനിക്ക് ബാക്കിയുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഒറ്റപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. വീട്ടിലും കരയാണ് ആ കുട്ടി. അപ്പൊ അവിടെയും ഉണ്ടല്ലേ സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത് ബിക്കോസ് എവിടെ ഇത് നോട്ട് ഓൺലി വിത്ത് ദ പാരന്റ്സ്, ഒരുപാട് സ്ഥലത്തെ കുട്ടികൾ അതുമാതിരി ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. സ്കൂളിൽ അതുപോലെ ഇതൊരു പറഞ്ഞാൽ ഇറ്റ്സ് റിയലി സെപ്പറേഷൻ. അത് ആങ്സൈറ്റി തന്നെയാണ് ആ കുട്ടിക്ക്. എപ്പോ നോക്കിയാലും കരഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് സ്കൂൾ വേണ്ട. എന്നിട്ട് ആ കുട്ടികളുടെ 3 പേരുടെ കൂടെ തന്നെ ആ കുട്ടി വേറെ മറ്റേ സ്കൂളിലേക്ക് പോയപ്പോഴും മറ്റേ 3 കുട്ടികൾ വേറെ കുട്ടികളായിട്ട് മിങ്കിളായി അവര് പോയി, ഇവളെ ചേർക്കുന്നില്ല. അപ്പൊ പിന്നെ തിരിച്ചവൾ ഈ സ്കൂളിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. അപ്പൊ ഇറ്റ് ഈസ് എ വെരി പാത്തറ്റിക് കണ്ടീഷൻ ഓഫ് ദ ചൈൽഡ്. അതെനിക്ക് പറയണം തോന്നിട്ടോ മാമിന്റെ ഈ ക്ലാസ് കേട്ടപ്പോ. അത് ശരിയാ. നമുക്ക് മെയിൻ ആയിട്ട് ഇപ്പൊ സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറയുമ്പോ കെയർ ഗിവേഴ്സിന്റെ കാര്യമായിരിക്കും പറയുമെങ്കിൽ പോലും അതിനോട് ആ കുട്ടിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് ആരൊക്കെ ഉണ്ടോ അവരായിട്ടും ഈ സെപ്പറേഷൻ ആങ്സൈറ്റി ഫീൽ ചെയ്യാം. ഫ്രണ്ട്സ്, ഗ്രാൻഡ് പാരന്റ്സ്, സിബ്ലിങ്സ്. അതൊരു വല്ലാത്തൊരു കണ്ടീഷൻ തന്നെയാണ്. അതെ. അതുപോലെ ഇപ്പൊ അബ്രോഡ് ആയിട്ടുള്ള ഒരു കുട്ടീനെ പെട്ടെന്ന് നമ്മള് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോ ഇവിടുത്തെ ഫ്രണ്ട്സ് പറ്റുന്നില്ല, ആ ഫ്രണ്ട്സിനെ മിസ് ചെയ്ത് കഴിയുമ്പോ അങ്ങനെ വരാ. ഇതിലിപ്പോ ആരോ ചോദിക്കേണ്ടത് പൊസസീവ് റിലേഷൻഷിപ്പ് അല്ലേ എന്ന്. ഇസ് ഇറ്റ് കറക്റ്റ്? പോസസീവ് റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് രണ്ടും 2 രീതി. അത് എങ്ങനെയാണ് ആ കുട്ടീന്റെ സിംറ്റംസ് കാണിക്കുന്നതെന്നുള്ള ബേസിസിലായിരിക്കും ഇരിക്കുക. ഇല്ല, ഐ ബിക്കേം അലോൺ. ഞാൻ തന്നെയായി എന്നാണ് ആ കുട്ടി ഫീൽ ചെയ്യുന്നത്. എനിക്ക് ആരുമില്ല, ഞാൻ തന്നെയായി, അതാണ് പറയണത്. ഇപ്പൊ ആ കുട്ടിയുടെ അവസ്ഥ എന്തായി? ഇപ്പോ ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് ഞാൻ വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞു, എല്ലാവരുടെ അടുത്തും പോയി സംസാരിക്കുന്ന മാതിരിയൊക്കെ. അപ്പോ ഇന്ന് പോയിട്ടുണ്ട് ആ കുട്ടി സ്കൂളിലേക്ക്. ഇനിയിപ്പോ ഇന്ന് വൈകുന്നേരം I asked her to talk to me. ഓക്കെ.
I told her to talk to me. ഇനി സംസാരിച്ചാൽ ഉം. അറിയാം. യെസ്, ഓ അതാണ്. ഓക്കെ. ഇങ്ങനെ ആക്ച്വലി പോയി ഉണ്ടല്ലോ, ആ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇങ്ങനത്തെ ആ, ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവെ പല സ്കൂളുകളിലും LKG മുതൽ കുട്ടികളെ ഷഫിൾ ചെയ്യണത്. 1 ഇയർ ഒരു ബാച്ചിൽ ഉണ്ടായിരുന്ന കുട്ടികളെ പിന്നെ നെക്സ്റ്റ് ഇയർ ഷഫിൾ ചെയ്യും. അപ്പൊ അവർക്ക് ഒരു സോഷ്യലൈസേഷൻ സ്കില്ല്, ഇപ്പം അവര് ഡിപ്പെൻഡ് ചെയ്യണ ആളല്ലെങ്കിൽ വേറൊരാള് ആയിട്ട് കമ്പനി ആവാൻ അല്ലെങ്കിൽ സോഷ്യലൈസ് ചെയ്യാനുള്ള സ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് കൂടിയിട്ടാണ് ഈ സ്കൂളിൽ ഷഫിളിംഗ് നടക്കുന്നത്. അപ്പം അതെ, നമുക്ക് ചിലപ്പോ തോന്നും ഷഫിളിംഗ് കാണുമ്പോൾ പാവം ഇത്ര ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു, അവരെ സെപ്പറേറ്റ് ചെയ്തു എന്നൊക്കെ തോന്നും. പക്ഷെ അതൊരു വലിയ ഇതാണ്, മാറ്റർ ഓഫ് ഫാക്ട് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളില്ലെങ്കിൽ വേറൊരാളായിട്ട് ഇതായി പോണം, സോഷ്യലൈസ് ആയി പോണം. ഇതിപ്പോ ഈ കുട്ടിയിൽ മാത്രമല്ല ഞാൻ കണ്ടത്, വേറെ കുട്ടികളിലും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇറ്റ് ഇസ് നോട്ട് വെരി സീരിയസ്. ഇത്രയും സീരിയസ് ആയി ഞാൻ കണ്ടിട്ടില്ല. സീരിയസ് ആണ്. ബിക്കോസ് ഷി വാസ് സോ ബബ്ലി ബിഫോർ ദാറ്റ്. ഇപ്പൊ അവളും തന്നെ ഇരിക്കുന്നു, കരയുന്നു, വീട്ടിലും അങ്ങനെയാണ്, എനിക്ക് സ്കൂൾ വേണ്ട എന്നാണ് പറഞ്ഞിരുന്നത്. ടുഡേ ഐ വാണ്ട് ടു ടോക്ക് ടു ഹർ. ആഫ്റ്റർ ദാറ്റ് ഓൺലി ഐ നോ വാട്ട് ഹാപ്പൻ ടു ഹർ. അതാണ്. മാമിന് എന്ത് തോന്നുന്നു, എന്ത് ചെയ്യാമെന്ന് തോന്നുന്നു ഇത്? ഹൗ ടു ഡീൽ അത് ദിസ്? തെറപ്പി തന്നെ അപ്ലൈ ചെയ്യേണ്ടി വരും. കാരണം അത്രയും ഒരു സെപ്പറേഷൻ അല്ല ആൾക്ക് ഫീൽ ചെയ്യണേ. ഡിസോർഡറിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പൊ ആൾക്ക് നമ്മള് തെറാപ്പീസ് കൊടുക്കാം. ഈ വിഷ്വലൈസേഷൻ നല്ല ഓപ്ഷൻ ആണ്. പിന്നെ നമുക്ക് പ്ലേ തെറാപ്പി അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ഒരു ഇന്റർവെൻഷൻ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ആർട്ട് കൊടുക്കാം, ആള് വരയ്ക്കും എന്നാണെങ്കിൽ അങ്ങനത്തെ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. അങ്ങനെ സാധാരണ നമ്മള് ഇപ്പൊ ഞാന് അങ്ങനെയാ ചെയ്യാ. ആ തെറാപ്പീസ് ആണ് കൂടുതലും കുട്ടികൾക്ക് കൊടുക്കണേ. എന്നുവെച്ചാൽ അവരോട് ഇരുത്തി സംസാരിക്കാൻ. ചില കുട്ടികൾ വിഷ്വലൈസേഷനും റെഡി ആവാത്ത കുട്ടികളുണ്ടാവില്ല. അപ്പൊ അവരുടെ പ്ലേ തെറാപ്പി ഒക്കെ കൊടുക്കാം. When I gave that visualization therapy, no, she was smiling. ചിരിക്കുന്നുണ്ടായിരുന്നു. ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓ ഇത് ടോക്കിംഗ്. താങ്ക് യു സോ മച്ച് മാം. ഓക്കെ, അപ്പോ താങ്ക് യു ഓൾ. എനിക്ക് LDന്റെ ക്ലാസ് ഉണ്ട്, അപ്പൊ അത് കാരണം വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് ഡൗട്ട്സ് ഒക്കെ ഗ്രൂപ്പില് നിങ്ങൾ അയക്കുക, ഷെയർ ചെയ്യാം, നമുക്ക് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. So much. Good night. Thank you. Good night. Bye bye. Bye bye.